കമ്പോസ് ചെയ്ത് വന്നപ്പോഴാണ് ശ്രീകാന്ത് തുടങ്ങി ഒരു ഹാരിസ് ജയരാജ് സാറിന്റെ ഒരു സ്റ്റൈലുണ്ട്. ഹീസ് എ ഹ്യൂജ് ഫാൻ ഓഫ് GVM ഹാരിസ് ജയരാജിന്റെ കോംബോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ആളാണ്. എല്ലാവർക്കും പാടാൻ പറ്റുന്ന പാട്ടുകൾ കുറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു ജനറേഷനിലാണ് ഇപ്പൊ നമ്മളിപ്പോ എല്ലാവരും നമ്മൾ ഹൈ ഒക്ടെയിൻ എനർജറ്റിക് ട്രാക്സ് ആണ് ഇപ്പോൾ ക്രിയേറ്റഡ് ആവുന്നത്. എൻ്റെ ഫ്രണ്ടിലിരിക്കുന്ന റഹ്മാൻ സാറിന് ആണ് എന്നെ ഇൻസ്പിറേഷൻ. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് സ്റ്റേജിൽ നിൽക്കുന്നതെന്ന് പുള്ളീൻ്റെ ഫ്രണ്ടിൽ നിന്ന് പറയാൻ പറ്റി. എവിടെയോ ഇരിക്കുന്ന ഒരാള് നമ്മുടെ മ്യൂസിക് കൊണ്ട് ഇൻസ്പയർ ചെയ്യുക എന്ന് അവിടെയാണ് ആക്ച്വലി എൻ്റെ സന്തോഷം ഇരിക്കുന്നത്. ഞാനും വൈഫും നമ്മൾ ഒരുമിച്ച് തുടങ്ങിയ ഒരു സ്ഥാപനമാണ് ലിവ് വിത്ത് മ്യൂസിക് അക്കാഡമി എന്ന് പറഞ്ഞാൽ, വേർ വി നേർച്ചർ ആൻഡ് ഹെൽപ്പ് ഈ ഓട്ടിസം സ്പെക്ട്രത്തിലുള്ള കുട്ടികളാണ്. ഡീപ് ഡൈവിൽ ഇന്ന് നമ്മോടൊപ്പം ഹിഷാം അബ്ദുൽ വഹാബ്. നമസ്കാരം. 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 ഹായ്. നമ്മളെ ഇപ്പോൾ എത്രയൊക്കെ സംസാരിച്ച് എത്രയൊക്കെ മുന്നോട്ട് പോയാലും അല്ലെങ്കിൽ എത്ര നാൾ കഴിഞ്ഞാലും കാറ്റുമേൽ അഞ്ചാറ് അപ്പന്താടികൾ എന്നുള്ളൊരു പാട്ടുണ്ട്. ഹിഷാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മലയാളികൾക്ക് ആ ഒരു പാട്ടും കൂടി ഉണ്ട്. മൊത്തത്തിൽ നോക്കുമ്പോൾ സ്നേഹവും ഇഷ്ടവുമല്ല. അപ്പോൾ ഇത്രയും വർഷമായി എന്ത് തോന്നുന്നു എന്ന് പറഞ്ഞ് നമുക്ക് തുടങ്ങാൻ തോന്നുന്നു. ഇപ്പോൾ ലുക്കിംഗ് ബാക്ക് കുറേ ഇനിയും വർക്ക് ചെയ്യാനുണ്ടെന്നുള്ളൊരു ഫീലാണ് എപ്പോഴും വരുന്നത്. ലുക്കിംഗ് ബാക്ക് സോൾട്ട് മാംഗോ ട്രീ ചിന്തിക്കുന്ന സമയത്ത് ഇനി അങ്ങോട്ട് എന്താ പറയുക, ഒത്തിരി വർക്ക് ചെയ്യാനുണ്ട്, ഒത്തിരി പഠിക്കാനുണ്ട്, ഒത്തിരി ലൈഫിൽ എക്സ്പീരിയൻസുകൾ നേരിടാനുണ്ട്, ഒത്തിരി നോളജ് അക്യുമുലേറ്റ് ചെയ്യാനുണ്ട്, മ്യൂസിക്കിൽ ഒരുപാട് ചെയ്യാനുണ്ട്, നല്ല പ്രോജക്ട്സ് ചെയ്യണം എന്നുള്ള ആഗ്രഹങ്ങളൊക്കെ ഇപ്പം കൂടി വരിക. അപ്പം എനിക്ക് തോന്നുന്നു ആ ഒരു ഫേസിലാണ് ഇപ്പം ഞാൻ. പിന്നെ ഇപ്പം അന്നത്തെ ഒരു ഹിഷാമല്ല ഇപ്പം. നമ്മൾ ലൈഫിലും മാരേജ് കഴിഞ്ഞു, വൈഫുണ്ട്, യുവർ ഫാമിലി, യുവർ പേരൻസ് ഗെറ്റ് ഓൾഡർ, അപ്പോൾ ലൈഫ് ബാലൻസ് ചെയ്യണം. അപ്പം അതും എല്ലാം കൂടെ ഇങ്ങനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു ഫേസിലാണ് ഇപ്പോൾ. പിന്നെ സെലക്ട് ചെയ്ത് പ്രോജക്ട്സ് എടുക്കാൻ പറ്റുന്നൊരു സ്പേസിലേക്ക് എത്തുക എന്നുള്ളൊരു എപ്പോഴുള്ളൊരു ആഗ്രഹമായിരുന്നു. ബൈ ടച്ച് വുഡ്, ഗോഡ് വില്ലിംഗ്ലി അങ്ങനെ നല്ല പ്രോജക്ട്സ് നോക്കി എടുക്കാൻ പറ്റുന്നൊരു ഫേസിലാണ്. സോ അങ്ങനെ ഒരു ഭാഗ്യത്തിലേക്ക് എത്തി. ഇപ്പോൾ നമ്മൾ സോൾട്ട് മാംഗോ ട്രീ തുടങ്ങിയ സമയത്ത് അത് ഫസ്റ്റ് പ്രോജക്റ്റ് ആണല്ലോ. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ഒരുപാട് അവസരങ്ങൾ ചോദിക്കേണ്ടി വന്നു. അതിന് മുന്നേ എനിക്ക് ജസ്റ്റ് ഒന്ന് അറിയേണ്ട ഒരു കഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോൾട്ട് മാംഗോ ട്രീയുടെ ആ ഒരു ജേർണി എങ്ങനെയായിരുന്നു എന്നുള്ളതും കൂടി ഒന്ന് പറഞ്ഞിട്ട് നമുക്ക്. ഈ അവസരങ്ങൾ ഇപ്പോഴും ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം നമുക്ക് ഇഷ്ടമുള്ള ഡയറക്ടർമാരുടെ അടുത്തൊക്കെ ഇപ്പോഴും ഞാൻ ഐ വിൽ കോൾ ദം ആൻഡ് ആസ്ക്. ഇപ്പോഴും ഏതെങ്കിലും പുതിയ അനൗൺസ്മെന്റുകൾ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോഴും ചോദിക്കാറുണ്ട്. അത് എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു ജോലീൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഞാൻ കണക്ക് കൂട്ടുന്നത്. കാരണം എപ്പോഴും എല്ലാവരും ഓർത്തിരിക്കില്ല. എല്ലാ കമ്പോസേഴ്സിനെയും എല്ലാ ഡയറക്ടർമാരും ഒരിക്കലും അപ്പം ആ സമയത്ത് ആരാണോ പ്രസൻറ്റബിള്, ആരാണ് അവൈലബിള്, അവർക്ക് ആവശ്യമുള്ള മ്യൂസിക് അപ്പം കേറ്റർ ചെയ്യാൻ പറ്റുന്ന ഒരാളായിരിക്കുമല്ലോ അവർ സിനിമയിലേക്ക് സമീപിക്കുന്നത്. അപ്പം എനിക്ക് വന്ന ഒട്ടുമിക്കയും സിനിമകളും അങ്ങനെയൊക്കെ തന്നെയാണ്. ഞാൻ ആ സമയത്ത് അവൈലബിൾ ആയിരുന്നു. ഇപ്പോൾ സോൾട്ട് മാംഗോ ട്രീൻ്റെ കാര്യം പറയുന്ന പോലെ അന്ന് രാജേഷ് നായർ, രാജേട്ടൻ മ്യൂസിക് കമ്പോസറിനെ നോക്കുന്നുണ്ടായിരുന്നു. ആ കറക്റ്റ് ടൈമിൽ ഞാൻ എന്താ പറയുക, എനിക്കൊരു ഡെബ്യൂവിന് വേണ്ടിയിട്ട് ഞാൻ അപ്രോച്ച് ചെയ്ത പല ഡയറക്ടറിലും ഏറ്റവും ആദ്യം ഫോൺ അറ്റൻഡ് ചെയ്ത ഡയറക്ടറാണ് രാജേഷേട്ടൻ. അങ്ങനെയാണ് ആ സൗഹൃദം അവിടെ നിന്ന് തുടങ്ങി. ആ സൗഹൃദം സോൾട്ട് മാംഗോ ട്രീയിൽ എത്തി. അതിൻ്റെ അത് പാട്ടുകൾ എഴുതിയിരിക്കുന്ന ഹിഷാമിൻ്റെ എൻ്റെ അങ്കിളാണ് എഴുതിയിട്ടുള്ളത്, അസ്ലം. അപ്പം അസ്ലം അങ്കിളാണ് അതിലെ ലിറിക്സ് എഴുതിയിട്ടുള്ളത്. അപ്പം ആദ്യം കാറ്റുമേൽ അഞ്ചാറ് അപ്പൂപ്പൻ താടികൾ എന്ന് പറഞ്ഞ സോങ് കമ്പോസ് ചെയ്ത് അത് രാജേഷ് ചേട്ടനെ കേൾപ്പിച്ചതിന് ശേഷമാണ് പിന്നെ ആ സിനിമയിലേക്ക് ഇന്നാവും. പലരും അവസരം ചോദിക്കുന്ന ഒരു പ്രശ്നമായിട്ട് കരുതുന്നിടത്ത് അവസരം ചോദിക്കണം എന്നുള്ളൊരു കാര്യത്തിലേക്ക് നമുക്ക് ഇപ്പം എനിക്ക് മമ്മൂക്ക ഇപ്പോഴും ഒരു ഡയലോഗ് പറയുന്നത്, സിനിമയ്ക്ക് നമ്മളെല്ലാം ആവശ്യം, നമുക്കാണ് സിനിമേനെ ആവശ്യം. എനിക്ക് ഐ നീഡ് സിനിമ, അല്ലെങ്കിൽ ഐ നീഡ് എ പ്രോജക്റ്റ് വേർ ഐ ക്യാൻ ഡു മ്യൂസിക്. അതിപ്പം ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കിലെ ഒട്ടും ഇപ്പം ഞാൻ ശ്രദ്ധ കൊടുക്കാൻ തുടങ്ങി. എൻ്റെ ആദ്യത്തെ സൂഫി ആൽബം കദംബഡ്ഹ എന്ന് പറഞ്ഞ ആൽബത്തിന് ശേഷം ഇപ്പം ഞാനൊരു സൂഫി ആൽബം ചെയ്യാണ്. ഹനാൻ ഷായും ഷാഫി കൊല്ലവും. അത് സക്രിയ ആണ് ഡയറക്റ്റ് ചെയ്യുന്നത്, സുഡാനി ഫ്രം നൈജീരിയൻ ഡയറക്ടർ. സക്രിയ ഖാൻ്റെ ആദ്യത്തെ മ്യൂസിക് വീഡിയോ ഡയറക്ഷനാണ് അത് എൻ്റെ ഐഷാൻ്റെയും ഒരു പ്രൊഡക്ഷൻ ബാനറിലാണ് നമ്മൾ ലോഞ്ച് ചെയ്യുന്നത്. ആച്ചൂസ് പ്രൊഡക്ഷൻ്റെ ബാനറിലാണ് അത് ചെയ്യുന്നത്. സോ ഐ എം വെരി എക്സൈറ്റഡ് അബൌട്ട് സച്ച് തിങ്സ്. ഇപ്പോൾ ഹനാനെ പറ്റി പറയുമ്പോഴത്തേക്ക് എനിക്ക് വൺസ് മോറിലേക്ക് എത്തണം. കാരണം അതിൻ്റെ അകത്തൊരു കില്ലർ പാട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അതിൻ്റെ അകത്ത് ഈ പറഞ്ഞ പോലെ ഇന്ദ്ര എന്നുള്ള പാട്ടിൻ്റെ കാര്യവും അതേപോലെ തന്നെ
മറ്റ് കഥകളും ചോദിക്കുന്നതിൻ്റെ കൂടെ തന്നെ എനിക്ക് പറയാനുള്ളത് അതിൻ്റെ അകത്ത് മിസ്സുരുത്തി എന്നൊരു പാട്ടാണ് ഏറ്റവും ആദ്യം നമ്മൾ കാണുന്ന പാട്ട്. ആ പാട്ട് ആക്ച്വലി ഇപ്പോൾ എൻ്റെ ഹിഷാമിൻ്റെ ഒക്കെ ഒരു കോളേജ് കാലമായിരിക്കും, അല്ലെങ്കിൽ കുറച്ചും നമ്മളെക്കാളും കുറച്ചുകൂടി മുന്നത്തെ ഒരു കോളേജ് കാലമായിരിക്കും കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അത് സൗണ്ട് ചെയ്ത സമയത്ത് ആക്ച്വലി നമ്മളൊരു റഹ്മാൻ സാറിൻ്റെയോ അല്ലെങ്കിൽ ഒരു ഹാരിസ് ജയരാജിൻ്റെയോ ഒക്കെ ഒരു പാട്ട് കേൾക്കുന്ന ഒരു ഫീല് നമുക്ക് അതിൻ്റെ പ്രോഗ്രാമിംഗ് കേട്ടപ്പോൾ തോന്നിയിരുന്നു. അപ്പോൾ മിസ്സുരുത്തി വന്ന വഴി പറഞ്ഞിട്ട് നമുക്ക് ഇന്ദിരയിലേക്ക് വരാൻ തോന്നുന്നു. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഒരു ആക്ച്വലി വൺസ് മോറിന്റെ ഫസ്റ്റ് കമ്പോസ് ചെയ്യുന്ന സോങ് ഈ മിസ്സുരുത്തി സോങ് ആണ്. അപ്പൊ അത് ഷൂട്ട്, അതായത് അതിന് ലിപ്പൊക്കെ ഉണ്ട്, അർജുൻ ദാസ് പെർഫോം ചെയ്യാനുണ്ട്, കോറിയോഗ്രാഫി ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്നാണ് ആ സിനിമയിലേക്ക് ഇന്നാവുന്നതും സിനിമേന്റെ ഷൂട്ട് പെട്ടെന്നാണ് തുടങ്ങുന്നത്. അങ്ങനെ പെട്ടെന്ന് ഡയറക്ടർ ശ്രീകാന്ത് പറഞ്ഞു നമുക്ക് ഈ സോങ് നമുക്ക് സീക്രം വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അപ്പൊ ഒരു കോളേജ് സോങ് ആണ് വേണ്ടത്, കോളേജ് സോങ് ആണ്, അവർ സ്റ്റേജിൽ പെർഫോം ചെയ്യുന്ന ഒരു ട്രാക്കാണ്. അങ്ങനെയാണ് പിന്നെ ഈ എങ്കിൽ മിസ്സുരുത്തി ട്രാക്ക് ഞാൻ കമ്പോസ് ചെയ്തു. കമ്പോസ് ചെയ്ത് വന്നപ്പോഴാണ് ശ്രീകാന്ത് പറഞ്ഞു ഒരു ഹാരിസ് ജയരാജ് സാറിന്റെ ഒരു സ്റ്റൈലുണ്ട്. ഹീസ് എ ഹ്യൂജ് ഫാൻ ഓഫ് GVM ഹാരിസ് ജയരാജിന്റെ കോംബോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ആളാണ് ഡയറക്ടർ. അപ്പം ശ്രീകാന്ത് പറയും നമുക്കിത് ഇങ്ങനെ തന്നെ പിടിക്കാം. പിന്നെ എനിക്കും ഭയങ്കര ഇഷ്ടമായി, ആ ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യാൻ ഭയങ്കര രസമുണ്ടായിരുന്നു. അപ്പം എപ്പോഴും ഡയറക്ടറായിട്ടുള്ള കോമ്പിനേഷനിൽ നിന്നാണ് എപ്പോഴും നല്ല ഔട്ട്പുട്ട്സ് വരുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ എവറി ഗുഡ് മ്യൂസിക് ഫ്രം എ ഫിലിം ഇസ് റിസൾട്ട് ഓഫ് ഗുഡ് ഫ്രണ്ട്ഷിപ്പ് ആൻഡ് ഗുഡ് കമ്പൈൻഡ് വർക്ക്. അങ്ങനെയാണ് മിസ്സുരുത്തി വന്നത്. പിന്നെ നരേഷ് അയ്യറിനെ കൊണ്ട് പാടിപ്പിക്കുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ നരേഷിനെ വിളിച്ച് നരേഷ് പാടി. നമ്മുടെ ഈ ഇന്ദിര സോങ് ഭയങ്കര കോയിൻസിഡൻ്റലി സംഭവിച്ചാണ്. നമ്മൾ കുറേ ലവ് സോങ്സ് ചെയ്തായിരുന്നു ആ സിറ്റുവേഷന് വേണ്ടിയിട്ട്. ഇന്ദിര സോങ് ഏറ്റവും ലാസ്റ്റ് കമ്പോസ് ചെയ്യുന്ന ട്രാക്കാണ്. ഇന്ദിര എന്ന് പറഞ്ഞ ക്യാരക്ടർ ആ സിനിമയിലുണ്ട്. ഭയങ്കര സിമ്പിൾ സോങ് ആവണമെന്ന ആഗ്രഹത്തിലാണ് ആ ട്രാക്ക് അങ്ങനെ ചെയ്തത്. ആർക്കും പാടാൻ പറ്റുന്ന ഒരു ട്രാക്ക്. മലയാളം ലിറിക്സും ഉണ്ട്. മലയാളം ലിറിക്സും ഉണ്ട്. കാരണം അതിലൊരു കുറച്ചൊരു കേരള സ്റ്റോറിയും കൂടെ ആ സിനിമയിൽ വരുന്നുണ്ട്. അങ്ങനെ ഹനാനെ ഞാൻ ആക്ച്വലി ഇൻവൈറ്റ് ചെയ്തത് ഈ നമ്മുടെ സൂഫി കവാലി സോങ്ങിന്റെ കൊളാബറേഷന് വേണ്ടിയിട്ടാണ് ഹനാനോട് വീട്ടിൽ വരാൻ പറയാം. അങ്ങനെ ഹനാൻ വരികയും നമ്മൾ അതിന്റെ ഡിസ്കഷന്റെ ഇടയിൽ വെച്ചിട്ട് ഹനാൻ പാടുന്നത് കേട്ടപ്പോൾ ഹനാന്റെ വോയിസ് ഇന്ദിര സോങ്ങിന് സൂട്ടാവുന്നതിന്റെ വെറുതെ ഒരു ഇൻറ്റ്യൂഷൻ. അപ്പൊ ഞാൻ പറയാം ഹനാനെ ഞാനൊരു ട്രാക്ക് ചെയ്യിപ്പിച്ചു തരാം, ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യോ. അപ്പൊ ഹനാൻ ഒട്ടും പ്രിപ്പയർഡ് ആയിരുന്നില്ല. അങ്ങനെ ആ ദിവസം തന്നെ രാത്രി പാടി സംഭവിച്ചതാണ് ഈ ഇന്ദിര എന്ന് പറഞ്ഞ സോങ്. അപ്പൊ തന്നെ ശ്രീകാന്തിനെ അയച്ചു കൊടുത്തു, അവരും എല്ലാവരും ഹാപ്പി ആയിരുന്നു. സോ അത് ഹനാന്റെ ഒരു ഒഫീഷ്യൽ തമിഴ് ഡെബ്യൂവില് എനിക്കതൊരു കാരണമാകാൻ പറ്റിയത് ഒത്തിരി സന്തോഷം. അയ്യോ ഭയങ്കര രസമുള്ള പാട്ട്. ഇപ്പൊ എന്താ പറഞ്ഞ നമ്മൾ ഇതിനു മുന്നേ സംസാരിച്ചിട്ടുള്ള പോലെ ഇപ്പൊ ഈ ഗാനമേ എന്നുള്ളൊരു പാട്ട് വന്നപ്പോൾ എനിക്ക് കിട്ടിയൊരു എക്സൈറ്റ്മെന്റ് ഞാൻ ഹിഷാമിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്ന് പറഞ്ഞ പോലെ എനിക്ക് ഫസ്റ്റ് ടൈം കേൾക്കുമ്പോൾ ഒരു കിക്ക് കിട്ടില്ലേ, അങ്ങനെ കിട്ടിയ ഹിഷാമിന്റെ എന്താ പറയുക മറ്റ് രണ്ട് പാട്ടുകളാണ് ഈ പറഞ്ഞ പോലെ മിസ്സുരുത്തിയും ഈ പറഞ്ഞ പോലെ നമ്മുടെ ഇന്ദിര എന്നുള്ള പാട്ട്. ഈ പാടുന്ന പാട്ടുകൾ അല്ലെങ്കിൽ എല്ലാവർക്കും പാടാൻ പറ്റുന്ന പാട്ടുകൾ കുറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു ജനറേഷനിലാണ് ഇപ്പം നമ്മളിപ്പോൾ എല്ലാവരും നമ്മൾ ഹൈ ഒക്ടെയിൻ എനർജറ്റിക് ട്രാക്സ് ആണ് ഇപ്പോൾ ക്രിയേറ്റഡ് ആവുന്നത്. ഏതൊരു സിനിമ എടുത്ത് നോക്കിയാലും സൂപ്പർ ഹീറോയിക് ട്രാക്സ് ആണ് മൊത്തം വരുന്നത്, ഇമ്പോസിബിൾ ടു പെർഫോം ഓൾസോ. അതിൻ്റെ ഇടയിലൂടെ മെലഡീസിന് സഞ്ചരിക്കാൻ പറ്റുന്നത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. അത് അങ്ങനെയുള്ള സ്റ്റോറീസും അങ്ങനെയുള്ള ഡയറക്ടേഴ്സും അങ്ങനെയുള്ള ഫിലിംസ് ഉണ്ടായാൽ മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള സോങ്സ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. സോ നമ്മളൊരു ചേഞ്ച് ഓഫ് എൻവയൺമെന്റിലൂടെയാണ് ഇപ്പം ആക്ച്വലി സഞ്ചരിക്കുന്നത്. ഞാനിപ്പോൾ ഇങ്ങനെ ഇപ്പോൾ എന്താ പറയുക പാടാൻ പറ്റുന്ന പാട്ടുകൾ ഉണ്ടാക്കാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പെട്ടെന്ന് ആലോചിച്ചുകൊണ്ട് ചോദിക്കുകയാണ്. ചിലപ്പോൾ ഞാൻ സിംഗർ ആയത് കൊണ്ടാവാം, അത് നമ്മുടെ ഒരു നാച്ചുറൽ ഇൻക്ലിനേഷൻ ഉണ്ടല്ലോ, നമ്മള് എല്ലാവർക്കും പാടണം. ഇപ്പം ഒരു രണ്ട് ഡിഫറൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മളൊരു ക്ലബിന്റെ വൈബിലുള്ള ഒരു സോങ് ഉണ്ടാക്കുന്നത് ക്ലബിലുള്ള ആൾക്കാർക്ക് ഡാൻസ് ചെയ്യാനും വൈബ് ചെയ്യാനും വേണ്ടിയിട്ടാണ്. നേരെ മറിച്ച് എൻ്റെ അപ്രോച്ച് ഒട്ടുമിക്കയും ഒരു 99% വിൽ ബി എനിക്ക് പാടാൻ പറ്റുന്ന സോങ് ആയിരിക്കണം ഞാൻ കമ്പോസ്. അപ്പം ദ വേ നമ്മുടെ അപ്രോച്ചും ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും. പക്ഷെ ഇപ്പോൾ ഉള്ള ജനറേഷൻ മാറി. ഇപ്പോൾ ഉള്ള എല്ലാവരും അവരുടെ ഹൈ എന്ന് പറയുന്നത് സംതിങ് ദാറ്റ് ദേ ക്യാൻ വൈബ് ടു, സംതിങ് ദാറ്റ് ദേ ക്യാൻ ഡാൻസ് ടു. ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയ എടുത്തു നോക്കിയാലും ഒരു സോങ്ങിന്റെ റീച്ച് എന്ന് പറയുന്നത് ആ സോങ്ങിന് എത്രത്തോളം ഡാൻസ് റീൽസ് വന്നെന്നുള്ളതിലാണ്
ആ സോങ്ങിന്റെ റീച്ച്. സോ ദ വേ ഹൗ എ സോങ് ഇസ് ബീങ് പോപ്പുലറൈസ്ഡ് ഇസ് വെരി ഡിഫറെന്റ്. ഞാനിപ്പോൾ ഞാൻ നേരത്തെ ചോദിക്കാൻ വന്ന് മാറ്റി വെച്ചിട്ട് ഈ പാട്ടുകൾക്ക് ഒരുപാട് ഹുക്ക് ഉണ്ടാക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. ഇപ്പോൾ പർപ്പസ്ഫുൾ ഇപ്പോൾ നമ്മൾ കോവിഡ് കാലത്തൊക്കെ എന്താ പറയുക 1 minute സോങ് അല്ലെങ്കിൽ 50 second സോങ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ഇറങ്ങിയിരുന്നു. അത് മൊത്തം ഹുക്കാണ് ഈ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു പാട്ട് ഇറങ്ങുമ്പോഴേക്കും അതിനകത്ത് ഹുക്ക് വേണമെന്ന് വളരെ ഡിമാൻഡിങ് ചിലപ്പോൾ ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ തന്നെ ഉണ്ടാവും. ഇതൊരു ചില പാട്ടുകളിലൊക്കെ ഇപ്പോൾ 4 or 5 ഹുക്ക് വരെയുള്ള പാട്ടുകളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ ഹുക്ക് ഒരുപാട് ഉണ്ടാക്കേണ്ടി വരുന്നത് ഒരു മ്യൂസിക് ഡയറക്ടറിനെ എത്രത്തോളം പ്രശ്നത്തിലാക്കുന്നുണ്ട്? എനിക്ക് തോന്നുന്നു ഇപ്പം അങ്ങനെയുള്ളൊരു ഫേസ് ഓഫ് കമ്പോസിംഗ് എനിക്ക് തോന്നുന്നു ഞാൻ ആ ഒരു ട്രെയിൻ കഴിഞ്ഞെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ആ ഒരു ഫേസ് ഓഫ് കമ്പോസിങ് എൻ്റെത് കഴിഞ്ഞു. ഞാനിപ്പം നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഫിലിംസും അല്ലെങ്കിൽ ഹിഷാമിന് എന്താണോ കമ്പോസ് ചെയ്യാൻ പറ്റുന്നത്, ഹിഷാമിനെ പുഷ് ചെയ്യാൻ പറ്റുന്ന ബൗണ്ടറീസിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ടീം വർക്കായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുടെ കൂടെയാണ് ഇപ്പം ഞാനും വർക്ക് ചെയ്യുന്നത്. സോ ഹിഷാം ഒരു റീലിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്ന ഒരു ട്രാക്ക് ചെയ്യണമെന്ന് ഡിമാൻഡ് ചെയ്യുന്ന ഒരു ഫിലിമിൽ അങ്ങനത്തെ ഒരു കമ്പാനിയൻഷിപ്പിലേക്ക് എനിക്ക് തോന്നുന്നില്ല. ഞാൻ അങ്ങനത്തെ ഒരു സെറ്റപ്പിലോട്ട് ഉള്ള സിനിമകളല്ല ഇപ്പം ഞാൻ ചെയ്യുന്നത്. അല്ലൊരു ഒരു മ്യൂസിക് ഡയറക്ടർ എന്നുള്ള നിലയ്ക്ക് നമുക്ക് അങ്ങനെ ഒരു ഇല്ല. ഐ തിങ്ക് ഇറ്റ് ഇസ് ഓൾ ബൈ പ്രൊഡക്റ്റ്. ഇപ്പം ഇപ്പം സോഷ്യൽ മീഡിയയിൽ വന്ന ആപ്പുകൾ ഇപ്പം നാളെ ആപ്ലിക്കേഷൻസ് മാറും. ഇപ്പം AI ഉണ്ട്. സോ ദീസ് തിങ്സ് വിൽ കം ആൻഡ് ഗോ. ഇപ്പം ഞാൻ ഇന്നലെ വണ്ടിയിൽ ഐഷാനോട് പറയാറുണ്ട്, എന്നവളെ അടി എന്നവളെ സോങ്. അതിപ്പോഴും കേൾക്കാൻ എന്ത് രസമാണ്. പക്ഷെ അങ്ങനെയുള്ളൊരു പാട്ട് ഇനിയുള്ള ജനറേഷനിൽ ഉണ്ടാവും എന്ന് ചോദിച്ചാൽ അത് വലിയ ക്വസ്റ്റ്യൻ മാർക്കാണ്. ഇത് ചിലപ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നത് എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ആ സോങ് കേട്ട് വളർന്നത് കൊണ്ടാണ്. പക്ഷെ ഇന്നിപ്പോൾ ഒരു കുട്ടീനോട് ചോദിച്ചാൽ ആ കുട്ടി വൈബ് ചെയ്യുന്ന സോങ് വേറെ ആയിരിക്കും, ഇപ്പൊ ഇറങ്ങുന്ന സോങ്സ് ആയിരിക്കും. സോ ഐ തിങ്ക് ജനറേഷൻ ഇസ് കണ്ടിന്യൂസ്ലി ചേഞ്ച്. അതിനോടൊപ്പം മ്യൂസിക് കമ്പോസേഴ്സ് ആയ നമ്മളും അപ്ഡേറ്റഡ് ആവണം എന്നുള്ള ഒരു കാര്യം കൂടെ ഉണ്ട്. മനസ്സിലായി. ഇപ്പോൾ ഞാൻ നേരത്തെ ചോദിക്കാൻ വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ മൾട്ടിപ്പിൾ പ്രോജക്ട്സ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മളുടെ കൂടെയുള്ള മറ്റ് മ്യൂസിക് ഡയറക്ടേഴ്സ് നന്നായിട്ട് ഗ്രോ ചെയ്യുന്ന, അതായത് മലയാളത്തിന് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യം ഇപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും തന്നെ മലയാളത്തിൽ മാത്രമല്ല, നിങ്ങളെല്ലാവരും മൾട്ടിപ്പിൾ ലാംഗ്വേജുകളിൽ ഒരുമിച്ച് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സ്നേഹമുണ്ട്. ഇപ്പം നമ്മൾ പറയുന്നത് മലയാളത്തിൽ പണ്ടും പറഞ്ഞിട്ടുള്ള സാധനമാണ്, ഇപ്പോൾ ദീപക്കേട്ടന് വേണ്ടി ഷാനിക്ക വന്ന് പാടിയിട്ടും ഷാനിക്കയുടെ ഒരു പാട്ട് ദീപക്കേട്ടൻ പാടും, അല്ലെങ്കിൽ ഇപ്പോൾ ഷാനിക്ക പെട്ടെന്ന് ഹിഷാമിനെ വിളിച്ചൊരു പാട്ട് പാടിക്കും. ഇങ്ങനെ നിങ്ങൾ എല്ലാവരും തമ്മിൽ അങ്ങോട്ടും നല്ല ബോണ്ടും ഉണ്ട്. അപ്പോൾ നമ്മുടെ ഒരു സ്വന്തം എസെൻസ് എന്ന് പറഞ്ഞൊരു സാധനം, അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഐഡന്റിറ്റി എന്ന് പറഞ്ഞൊരു സാധനം എങ്ങനെയായിരിക്കും ഒരു പ്രോജക്റ്റിലൊക്കെ നമുക്ക് നിറയ്ക്കാൻ പറ്റും? അതായത് അതിനുള്ളൊരു പ്രാക്ടീസ് ഒക്കെ നടക്കുന്നുണ്ടോ നമ്മുടെ എന്ന് പറയാനായിട്ടുള്ളൊരു? ഇത് ഇപ്പം ഫിലിമിലാണ് നമ്മൾ കമ്പോസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഒറ്റ ഒരാളായിട്ട് നമുക്ക് എത്രത്തോളം നമ്മുടെ യുണീക്നെസ് കൊണ്ടുവരുന്നതിൽ ഒരു വലിയ ക്വസ്റ്റ്യൻ മാർക്കാണ്. ബിക്കോസ് ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ സിനിമ. എങ്ങനെയാണ് ആ പടം പുറത്തു വരുന്നത്, ഏത് ഡയറക്ടറാണ്, ആരാണ് കാസ്റ്റ്, അതൊക്കെ ഇതിൽ കാര്യമുണ്ട്. കാരണം ഇന്ന് തിയേറ്ററിൽ ഓടുന്ന ഇപ്പോൾ ഒരു വർഷത്തിൽ 10-150 സിനിമകൾ ഇറങ്ങുന്നുണ്ടെങ്കിൽ അതിലാകെ 30 to ഹാർഡ്ലി 25-30 ഫിലിംസ് ആണ് ലൈം ലൈറ്റിൽ വരുന്നത്. ആ 25 ഫിലിംസിൽ എത്ര പാട്ടുകളാണ് ശ്രദ്ധിക്കപ്പെടുന്നത്? അപ്പോൾ ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ എൻറ്റയർ ഫിലിം. ഇപ്പം ഞാനിപ്പം റീസെന്റ് ചെയ്ത മധുവിധു എന്ന് പറഞ്ഞ സിനിമ, പക്ഷെ അതില് ഹിഷാമിന്റെ യുണീക്നെസ് വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിന് എനിക്കൊരു ഉത്തരം പറയാൻ പറ്റില്ല. കാരണം ഐ ഹാവ് കേറ്റേർഡ് ഫോർ ദ സിനിമ. ആ സിനിമയ്ക്ക് എന്താണോ ആവശ്യം, അതിന്റെ ഡയറക്ടർ എന്താണോ നിർദ്ദേശിച്ചിട്ടുള്ളത്, ആ നിർദ്ദേശത്തിനനുസരിച്ചിട്ടുള്ള മ്യൂസിക്കാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഇറ്റ് ഹാസ് സെർവ്ഡ് വെൽ. തിയേറ്ററിലെ ആൾക്കാർക്ക് വളരെ രസകരമായി കണ്ടിരിക്കാൻ പറ്റുന്ന സിനിമയാണ്. അതിൽ ഒരു 8 പാട്ടോളം ഉണ്ട്. ഒത്തിരി നല്ല സിംഗേഴ്സ് അതിൽ പാടിയിട്ടുണ്ട്. ആൻഡ് എവരി വൺ ഇസ് ഹാപ്പി. അത് ആ സിനിമയ്ക്ക് അവിടെ അതാണ് ഫുൾ സ്റ്റോപ്പ്. ഞാൻ കൊടുക്കുന്ന ഫുൾ സ്റ്റോപ്പ് അവിടെയാണ്. പക്ഷെ ഇഫ് യു ആസ്ക് മീ എൻ്റെ യുണീക്നെസ് കൊണ്ടുവരുന്ന സന്ദർഭങ്ങൾ ഉണ്ടെന്ന് ചോദിച്ചാൽ ഇപ്പം എനിക്ക് തോന്നുന്നു ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കും അല്ലെങ്കിൽ അങ്ങനെയുള്ള വൈബുള്ള സിനിമകളും ഡയറക്ടേഴ്സും അങ്ങനെയുള്ള കഥകളും ഉണ്ടാവുന്ന ഇടത്താണ് ഇനി നമ്മുടെ യുണീക്നെസ് ഇരിക്കുന്നത്. ഇപ്പോൾ ഹൃദയം പോലുള്ളൊരു സിനിമ, അല്ലെങ്കിൽ ഹായ്നാന പോലുള്ളൊരു സിനിമ, ഗേൾ ഫ്രണ്ട് പോലുള്ളൊരു സിനിമ. ഇപ്പോൾ വൺസ് മോറിനെ കുറിച്ചാണ്. വൺസ് മോറിലെ എല്ലാ സോങ്ങും ഇപ്പം ഞാൻ ചെന്നൈ പോകുന്ന സമയത്ത് എല്ലാ സോങ്ങും ആൾക്കാർക്ക് ബൈ ഹാർട്ടാണ്. അതിൻ്റെ ജൂക്ക് ബോക്സ് സിനിമ ഇതുവരെ ഇറങ്ങിയിട്ടില്ല. പക്ഷെ ദാറ്റ് ഈസ് ദ പവർ ഓഫ് മ്യൂസിക്. അതിൻ്റെ ലിറിക്സ് എഴുതിയ ശ്രീകാന്ത്, ഡയറക്ടറായിട്ടുള്ള ശ്രീകാന്ത്, ദാറ്റ് ഈസ് ദ പവർ ഓഫ് ആർട്ട്.
അപ്പൊ അങ്ങനെയുള്ള കോമ്പിനേഷൻസ് വരികയാണെങ്കിൽ നമുക്ക് എക്സ്പ്രസ് കുറച്ച് പരിപാടികൾ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ പാട്രിയറ്റ് അതിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ടാണ്. പാട്രിയറ്റ് സിനിമ എനിക്ക് ഭയങ്കരമായിട്ട് ഉള്ളില് എന്നെ ഭയങ്കരമായിട്ട് ഇൻസ്പിറേഷനലി ഹിറ്റ് ചെയ്തൊരു സിനിമയാണ്. അതിൽ സുഷിൻ പല വർക്കുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും സുഷിൻ ഭയങ്കര വൈബ്രന്റ് ആയിട്ട് അതിൽ ഇംപ്രവൈസ് ചെയ്തിട്ടുണ്ട് ആ സിനിമ. സോ ഐ തിങ്ക് ഇറ്റ് ഈസ് ഓൺലി ബിക്കോസ് ഓഫ് ദ ഫ്രീഡം ഈച്ച് ടെക്നീഷ്യൻ ഹാസ് ഗിവൺ. മഹേഷേട്ടനെ പോലുള്ളൊരു സംവിധായകൻ സുഷിന് കൊടുക്കുന്ന ഫ്രീഡമിൽ നിന്നാണ് സുഷിൻ അങ്ങനെയുള്ള ഗംഭീര വർക്കുകൾ ചെയ്യാൻ പറ്റും. ആൻഡ് ഇറ്റ് ഈസ് വൈസ് വേഴ്സ, മ്യൂച്വലി ഇൻസ്പയർ ചെയ്യാന്നുള്ളതാണ്. അങ്ങനെയുള്ള വർക്കുകൾ വരുമ്പോഴാണ് അവിടെ മാജിക് സംഭവിക്കുന്നതെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരു ടെക്നീഷ്യനാണ്. ഇപ്പൊ ഈ സാഹോദര്യത്തിന്റെയും അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ സ്നേഹത്തിന്റെ ഒക്കെ ഒരു കാര്യം പറഞ്ഞല്ലോ. ഇപ്പോൾ നമ്മുടെ അടുത്ത മ്യൂസിക് ഡയറക്ടേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്ലിമെന്റ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരു രീതിയും ഒക്കെ നമ്മൾ പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്. കേസരിയുടെ മലയാളം പാടാൻ ഹിഷാമിനാണ് കോൾ വരുന്നത്. എനിക്കറിയാം ഹിഷാം റഹ്മാൻ ഫാൻ ആണെന്നറിയാം, അതുപോലെ തന്നെ പ്രീതം ഇഷ്ടപ്പെടുന്ന ഒരാൾ തന്നെയാണ്. അപ്പോൾ എങ്ങനെയാണ് പ്രീതം ദായുടെ ഓഫീസിൽ നിന്ന് കോള് വന്നതും? ഞാൻ ആക്ച്വലി ഒരു രാത്രി 9:30 മണിക്ക് എന്തോ എനിക്കിപ്പോഴും അത് ഓർമ്മയുണ്ട്. എനിക്കൊരു 9:30 ആയപ്പം ഒരു നമ്പറിൽ നിന്ന് കോള് വരുന്നു. ഹായ്, ദിസ് ഇസ് പ്രീതം കോളിംഗ്. അപ്പൊ എനിക്ക് മനസ്സിലായില്ലേ ഇത് ഡയറക്റ്റ് വിളിച്ചോ? അതെ അതെ, പ്രീതം സാറ് ഡയറക്റ്റ്ലി വിളിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ അങ്ങനെയായിരുന്നു നമ്മുടെ കമ്മ്യൂണിക്കേഷൻ. അടിപൊളി. സോ ദിസ് ഇസ് പ്രീതം കോളിംഗ്. അപ്പോൾ എനിക്ക് ആക്ച്വലി മനസ്സിലായില്ല. സോറി, ഐ ഡിഡ്ന്റ് ഗെറ്റ് യു. No, I'm music composer from Mumbai. I have done few films. I'm doing music for this latest film. Sir, please don't introduce. I have grown up listening to your music. അങ്ങനെയാണ് കേസരി എൻ്റെ മലയാളം സംഭവിച്ചത്. പിന്നെ ശബരീഷാണ് അതിൻ്റെ മലയാളം എഴുതിയത്. പിന്നെ ആഫ്റ്റർ ദാറ്റ് പുള്ളി ഫയൽസ് അയച്ചു തന്നു, റെക്കോർഡ് ചെയ്തു, പാടി കൊടുത്തു. ഇവിടെ നിന്ന് തന്നെ പാടി അങ്ങോട്ട്? എൻ്റെ സ്റ്റുഡിയോയിൽ നിന്ന് തന്നെ പാടിയിട്ട് കൊടുത്തു. അടിപൊളി. എന്തായാലും ഇപ്പോൾ ഒരു ആരാധനയുടെ കാര്യം പറയുമ്പോൾ റഹ്മാൻ സാറിനെ നമുക്ക് വിടാൻ പറ്റില്ല. എല്ലാ കാലവും ഹിഷാം ഭയങ്കര ആരാധന എന്ന് മാത്രമല്ല, എന്താ പറയണേ, ഭയങ്കര ഒരു എനർജി ആ പേര് പറയുമ്പോൾ തന്നെ ഹിഷാമിൻ്റെ മുഖത്തുനിന്നും ശരീരത്തിൽ നിന്നൊക്കെ വരുന്നേ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഇത്രയും ഹിറ്റ് അടിച്ചേക്കുന്ന സമയത്ത് ഈ അടുത്തിടയ്ക്ക് എങ്ങാനും റഹ്മാൻ സാറിനെ കണ്ടിരുന്നു, സാറ് എന്തെങ്കിലും പറഞ്ഞിരുന്നു? ഒരു ആരാധകൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് അറിയാൻ വേണ്ടി ചോദിച്ചു. റഹ്മാൻ സാറിനെ ഏറ്റവും ലാസ്റ്റ് കണ്ടത് ഐഫ അവാർഡ്സിനാണ്. ഐഫ അവാർഡിന് ഹൈനാനയ്ക്ക് എനിക്ക് അവാർഡ് ഉണ്ടായിരുന്നു, സാറിനും അവാർഡ് ഉണ്ടായിരുന്നു. അപ്പം അവാർഡ് വാങ്ങിക്കാൻ ഞാൻ സ്റ്റേജിൽ കയറുന്ന സമയത്ത് സാറ് ഫ്രണ്ടിൽ നേരെ ഇരിപ്പുണ്ട്. അപ്പം അന്ന് ഞാൻ ഹൈനാനയ്ക്ക് അവാർഡ് വാങ്ങിച്ച സമയത്ത് അതിലൊരു 2 പേര് പാട്ട് പാടി. ഐ ടോൾഡ് ഓൺ ദ സ്റ്റേജ്. എൻ്റെ ഫ്രണ്ടിലിരിക്കുന്ന റഹ്മാൻ സാറിന് ആണ് എന്നെ ഇൻസ്പിറേഷൻ, അതുകൊണ്ടാണ് ഞാൻ ഇനി സ്റ്റേജിൽ നിൽക്കുന്നതെന്ന് പുള്ളീൻ്റെ ഫ്രണ്ടിൽ നിന്ന് പറയാൻ പറ്റി. പിന്നെ അത് കഴിഞ്ഞ് ബാക്ക് സ്റ്റേജിൽ കണ്ടു. അതായിരുന്നു ലാസ്റ്റ് മീറ്റിംഗ് വിത്ത് റഹ്മാൻ സാർ. ഇപ്പോൾ ഹിഷാം അബ്ദുൽ വഹാബ് മ്യൂസിക്കിൽ നിന്ന് ആഘോഷമായിട്ട് എഴുതി കാണിക്കുന്ന ഒരു കാലത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിങ്ങനെ പടങ്ങൾ, പാട്ടുകൾ വരുമ്പോൾ തന്നെ പെട്ടെന്ന് ഇങ്ങനെ ഹിഷാം അബ്ദുൽ വഹാബ് മ്യൂസിക്. ഞാനിപ്പോൾ അത് പറഞ്ഞു കുറയ്ക്കാൻ പോകും, നമുക്കത് വെറുതെ ആവശ്യമില്ലാത്ത സ്ട്രെസ്സാണ്. ഞാനതാ ചോദിക്കാൻ വന്നത്. അത് ആക്ച്വലി ഒരു മ്യൂസിക് ഡയറക്ടർ എന്നുള്ള നിലയ്ക്ക് അതൊരു സ്ട്രെസ്സായിരുന്നു. ഇപ്പോൾ സൈലന്റ് കോൺവെർസേഷൻ എന്ന് പറഞ്ഞിട്ടൊരു OST ഹിഷാമിന്റെ ആണെന്ന് പോലും പലർക്കും അറിയില്ലായിരിക്കും. പക്ഷെ അതിങ്ങനെ കുറഞ്ഞു നടക്കും. ഇങ്ങനെ എവിടെ നോക്കിയിട്ടുണ്ടെങ്കിലും സൈലന്റ് കോൺവെർസേഷൻ വെച്ചിട്ട് ഇങ്ങനെ റീൽസ് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്രയും ആഘോഷിക്കപ്പെടുന്ന സമയത്ത് ഒരു എത്രത്തോളം പ്രഷർ ഉണ്ട് എന്നുള്ളതാണ് ഈ ഹിറ്റ്സ് ഡെലിവറി ചെയ്യാനായിട്ടുള്ളൊരു. ഇല്ല, എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ കാലത്ത് സേതു ചോദിക്കുകയാണെങ്കിൽ ഇപ്പോഴുള്ള ഈ ജനറേഷൻ്റെ പ്രഷർ ആക്ച്വലി നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന പ്രഷറാണ്. ആക്ച്വലി ടു ബി വെരി ഓണസ്റ്റ്, ഇപ്പം എനിക്ക് വേണമെങ്കിൽ ഈ നിമിഷം എനിക്ക് ഇന്ന് കുറേ പ്രഷറുകൾ ക്രിയേറ്റ് ചെയ്യാം. എൻ്റെ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള പ്രഷർ എനിക്ക് തന്നെ ക്രിയേറ്റ് ചെയ്യാം. എനിക്കിതിങ്ങനെ ചെയ്യണം, ഇതിങ്ങനെ ചെയ്യണം, സോഷ്യൽ മീഡിയ PR ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെയുള്ള വർക്ക്സ് നോക്കണം. ബട്ട് ഐ തിങ്ക് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമ്മൾ ചെയ്യുന്ന മ്യൂസിക്, ഇപ്പോൾ പറയുന്ന പോലെ സൈലന്റ് കോൺവെർസേഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു OSTയോ ഏതെങ്കിലും ഒരു, ഇപ്പം ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു എനിമിതി വസന്താലു എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തു. ഫനീന്ദ്ര ഷെട്ടി എന്ന് പറഞ്ഞ തെലുഗു ഡയറക്ടറുണ്ട്. മൈത്രേ ആയിരുന്നു പ്രൊഡ്യൂസ് ചെയ്തത്. സോ ആ സിനിമ കണ്ടിട്ട് എനിക്ക് USC ഒരാൾ ഇമെയിൽ അയച്ചു, വെരി ലോങ് ഇമെയിൽ. മൂപ്പര് അവിടുത്തെ ഡോക്ടർ എന്തോ ആണ്. സാർ, ഞാൻ ഈ സിനിമ നെറ്റ്ഫ്ലിക്സിൽ കണ്ടു ആൻഡ് ദ എൻറ്റയർ മ്യൂസിക് ഓഫ് ദ ഫിലിം എന്നെ എല്ലാ ദിവസവും വർക്കിന് പോകുന്നതിന് മുമ്പേ ഞാൻ ആ സിനിമയിലെ പാട്ടുകൾ കേട്ടിട്ടാണ് വർക്കിന് കയറുന്നത്. ഇറ്റ് ഈസ് വെരി ഇൻസ്പയറിംഗ് ഫോർ മീ വെൻ ഐ എം ട്രീറ്റിംഗ് പേഷ്യൻസ്, ഇറ്റ് ഗിവ്സ് മീ പോസിറ്റിവിറ്റി. സോ എനിക്ക് തോന്നുന്നു എവിടെയോ ഇരിക്കുന്ന ഒരാള് നമ്മുടെ മ്യൂസിക് കൊണ്ട് ഇൻസ്പയർ ചെയ്യുക എന്ന്
അവിടെയാണ് ആക്ച്വലി എൻ്റെ സന്തോഷം ഇരിക്കുന്നത്. എൻ്റെ ആകെ എയിം അതാണ്. നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന മ്യൂസിക് കൊണ്ട് നമുക്ക് ആൾക്കാരെ ഹീൽ ചെയ്യിക്കാൻ പറ്റിയാൽ ദെൻ ദർ ഇസ് നത്തിങ് മോർ ദാൻ ദാറ്റ്. ബാക്കിയൊക്കെ നമ്പേഴ്സ് അല്ലേ, നമ്പേഴ്സും ഈ അവാർഡുകളൊക്കെ വെറും ഒബ്ജക്ട്സ് മാത്രമാണ്. ഇത് ഇങ്ങനെയുള്ള ഇൻസ്പിറേഷൻസും ആൾക്കാരെ ടച്ച് ചെയ്യുക എന്നുള്ളതാണ് അതാണ് ഏറ്റവും ഡിഫിക്കൽട്ട്. എനിക്ക് തോന്നുന്നു ആ പടമാണെങ്കിൽ വളരെ വലിയ പടമൊന്നുമല്ല, ചെറിയ അതൊരു ചെറിയ സ്മോൾ ഫിലിമാണ്, പക്ഷെ ഹാർട്ട് ഫെൽട്ട് ആയിട്ട് ചെയ്തതാണ്. അത് ഒരാളിലേക്ക് അത് അങ്ങനെ എത്തി. ഞാൻ ഈ 2 പാട്ട് ഹിഷാമിന്റെ പറയാം. അതായത് നമ്മൾ നമ്പേഴ്സിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് പറയുന്നത്, നമ്പേഴ്സ് വെച്ച് നോക്കുമ്പോഴത്തേക്കും വളരെ ഹ്യൂജ് ആയിട്ടുള്ള നമ്പേഴ്സ് ഹിഷാമിൽ തന്നിട്ടുള്ള പാട്ടാണ്. ഒന്ന് നാ രോജ ലൂവേ എന്നുള്ള പാട്ട്, പിന്നെ സമയമ. ഈ 2 പാട്ടിനെ കുറിച്ചും 2നെ പറ്റിയും കഥകൾ കിട്ടിക്കഴിഞ്ഞാൽ, അതിന്റെ റെക്കോർഡിങ്ങിനെ പറ്റി ഓർമ്മകൾ കിട്ടിക്കഴിഞ്ഞാൽ വളരെ സന്തോഷം. പക്ഷെ ഏതെങ്കിലും മനസ്സിനോട് വളരെ അടുത്ത് നിൽക്കുന്ന ഏതെങ്കിലും ഒരു പാട്ടിനെ കുറിച്ച്, 2 അടുത്ത് നിൽക്കുന്നതാണ്, ഒരു കഥ പറഞ്ഞാലും കുഴപ്പമില്ല. നാരോജ നുവേ ആക്ച്വലി എൻ്റെ ഫസ്റ്റ് പാട്ടാണ് ഞാൻ തെലുഗുവിൽ ചെയ്യുന്നത്. അത് ഭയങ്കര എന്താ പറയുക, ഭയങ്കര പെട്ടെന്ന് സംഭവിച്ച ട്രാക്കാണ്. അതായത് ഇന്ന് എന്നെ മൈത്രീൻ്റെ ഓഫീസിൽ നിന്ന് വിളിക്കുന്നു, നാളെ ഫ്ലൈറ്റ് കയറി വരണം, ഒരു ട്രാക്ക് നാളെ കമ്പോസ് ചെയ്യണം, എന്നാൽ മാത്രമേ ഇഷാമിനെ ഈ ഖുഷി എന്ന് പറഞ്ഞ സിനിമയിൽ കൺഫേം ആക്കുള്ളൂ. അപ്പോൾ അന്ന് നമ്മൾ ടി വിയിൽ മാത്രം അല്ലെങ്കിൽ ന്യൂസിൽ മാത്രം കാണുന്ന പേരുകളും ശ്രദ്ധിക്കുന്ന ലാംഗ്വേജുമാണ്. ആ തെലുഗു ഭാഷയായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. അങ്ങനെ അടുത്ത ദിവസം ഞാൻ ഫ്ലൈറ്റ് കയറുന്നു, ഹൈദരാബാദിൽ പോകുന്നു, ഡയറക്ടറിനെ മീറ്റ് ചെയ്യുന്നു, ശിവ നിർവാണ. ആൻഡ് പുള്ളി ഒരു സോങ് നമുക്ക് കമ്പോസ് ചെയ്യണം. അങ്ങനെ അവിടുന്ന് ചെയ്യുന്ന ഒരു പാട്ടാണ് നാ രോജ നുവേ. പിന്നീട് അത് ആ സിനിമയിലേക്ക് ആൾക്കാരെ ആകർഷിക്കാനുള്ള ഏറ്റവും വലിയൊരു വെപ്പണായി അതിൻ്റെ മ്യൂസിക് മാറുകയും, മ്യൂസിക് കൊണ്ട് ആ സിനിമയിലേക്ക് ഒരു FDFS നല്ലൊരു കളക്ഷൻ കിട്ടുകയും, വിജയ് ദേവരകൊണ്ടായിട്ടൊരു നല്ലൊരു റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുന്നു. തെലുഗുവില് കുറെ നല്ല സിനിമകൾ നമ്മൾ തേടി. എക്സാക്ട്ലി. അപ്പോൾ അതൊക്കെ ആ സിനിമയിൽ ആ പാട്ടുകൾ കൊണ്ട് മാത്രം സംഭവിച്ചു. പക്ഷെ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് ഡയറക്ടറിനെയും കൂടെ ഒരു ക്രെഡിറ്റ് ഉണ്ട്. ഡയറക്ടറും കൂടെ എന്നെ അത്രയും പുഷ് ചെയ്തിട്ടാണ് എനിക്ക് അങ്ങനെയുള്ള സോങ് ചെയ്യാൻ പറ്റിയത്. മനസ്സിലായി. ഇപ്പോൾ ഹിഷാമിൻ്റെ ഒരു കമ്പോസിങ് രീതി എങ്ങനെയായിരിക്കും? ഇപ്പോൾ നമ്മൾ ചില കമ്പോസേഴ്സിൻ്റെയൊക്കെ, നമ്മൾ മലയാളത്തിലുള്ളതല്ല പുറത്തുള്ള കമ്പോസേഴ്സിൻ്റെയൊക്കെ കഥകൾ കേട്ടിട്ടുണ്ട്. അവരിങ്ങനെ പാട്ടുകൾ ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഏത് പാട്ട് വേണം, ഇത് പറ്റുമോ എന്ന് പറഞ്ഞിട്ട് റെഡിമെയ്ഡ് കൊടുക്കുന്ന രീതിയൊക്കെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. നമ്മളാരും ആരാധിക്കുന്നോ അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ആ കൂട്ടത്തിൽ നമ്മൾ ആരാധിക്കുന്ന ആളുകളൊക്കെ ഉണ്ടായിരിക്കാം. ഹിഷാമിൻ്റെ ഒരു കമ്പോസിങ് രീതി എങ്ങനെയായിരിക്കും? അതായത് നേരത്തെ ഇപ്പോൾ ചിലപ്പോൾ കുളിച്ചുകൊണ്ടിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ട്യൂൺ വരുന്നോ അത് റെക്കോർഡ് ചെയ്ത് വെക്കുന്ന രീതിയൊക്കെ ഉണ്ടോ? എങ്ങനെയാണ് സംഭവിക്കുന്നത്? എല്ലാ മോഡസ് ഓപ്പറാൻഡിയിലും പാട്ട് ഉണ്ടായിട്ടുണ്ട്. പല രീതിയിലും. ഇപ്പോൾ ഈ ഹംദം എന്ന് പറഞ്ഞ് ഇപ്പം ഈദിന് റിലീസ് ചെയ്യാൻ പോകുന്ന പാട്ട് എനിക്ക് തോന്നുന്നു ഞാൻ എപ്പോഴോ ആയിട്ട് നിസ്കരിച്ച് കുളിച്ച് കഴിഞ്ഞിട്ടെന്തോ അപ്പോഴാണ് എനിക്ക് അതിൻ്റെ പാട്ട് മനസ്സിലോർമ്മ. അപ്പം തന്നെ ഫോണിൽ ആ ഫുൾ സോങ് ഞാൻ റെക്കോർഡ് ചെയ്തു. അങ്ങനെയാണ് അന്ന് രാത്രി പിന്നെ ഞാനത് ജസ്റ്റ് റഫ് പ്രോഗ്രാമിങ് ചെയ്തിട്ട് സക്രിയാക്കാൻ അയച്ചു കൊടുത്തത്. ഇപ്പൊ ആസ്മ എന്ന് പറഞ്ഞ സോങ് അത് ഞാൻ അപ്പം അതിന്റെ ഡയറക്ടർ രവി ഉദ്യാവർ മുംബൈയിൽ മീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് അങ്ങനെ. അത് ഹിഷാമിന്റെ ആദ്യത്തെ ഹിന്ദി പ്രോജക്റ്റ് അല്ലേ? അപ്പം ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഓൾറെഡി നമ്മുടെ വേറെ 1-2 കമ്പോസേഴ്സ് ഓൾറെഡി പാട്ടൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ബട്ട് ദർ വാസ് വൺ സോങ്. അപ്പൊ രവി സാർ പറഞ്ഞു, ഷാം പ്ലീസ് കം ഡൗൺ, ലെറ്റ്സ് ജസ്റ്റ് ചാറ്റ് ആൻഡ് വിൽ സീ ഇഫ് സംതിങ് വർക്ക്സ് ഔട്ട്. അപ്പൊ എനിക്ക് അവിടുത്തെ സീൻ എങ്ങനെയാണ് വർക്ക് ആവുന്നുള്ള ഏകദേശം അറിയാം, ബോളിവുഡ് ഫങ്ഷൻസ്. അപ്പൊ ഞാനൊരു 3 ദിവസത്തേക്ക് അങ്ങോട്ട് പോയി. സാർ എനിക്ക് വിഷ്വൽസ് കാണിച്ചു തന്നു ഈ പാട്ടിന്റെ. അങ്ങനെ ആ പാട്ട് കണ്ട് ഞാൻ നേരെ ഹോട്ടലിൽ പോയ പാടെ എൻ്റെ മനസ്സിൽ വന്നിട്ടാണ് ഈ ആ ഒരു ഐഡിയ മനസ്സിൽ വന്ന് റെക്കോർഡ് ചെയ്തു അയച്ചു കൊടുത്തു. അപ്പം സോ ഐ തിങ്ക് ഈ കമ്പോസിങ് ഹാപ്പൻസ് ഇൻസൈഡ് യുവർ ഹെഡ് ആൻഡ് ബ്രെയിൻ, നമ്മൾ പോലും അറിയാണ്ട്. എക്സാക്ട്ലി. ബാക്കിയൊക്കെ എക്സിക്യൂഷനാണ്. നമ്മൾ ഈ തലയിലെ ഐഡിയനെ നമ്മൾ ഇംപ്രിന്റ് ചെയ്ത് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുകയാണ്. അങ്ങനെയാണ് ഇപ്പം നമ്മളൊക്കെ ആക്ച്വലി എക്സിക്യൂട്ട് ചെയ്യുന്ന ആൾക്കാരായി മാറി. ഒറിജിനൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയമൊക്കെ നമുക്ക് പറയാൻ പറ്റില്ല ഏത് സമയത്താണ് ഇതെല്ലാം ഉണ്ടാവുന്നത് എന്നുള്ളത്. പിന്നെ അതല്ലാതെ ഇപ്പോൾ കന്നഡ ഫിലിം ഇപ്പോൾ ഡെബ്യൂ കന്നഡ ചെയ്യുന്നുണ്ട്. കന്നഡ ഫിലിമൊക്കെ നമ്മൾ ഇരുന്ന് രാവിലെ ഒരു 10 മണി തൊട്ട് വൈകിട്ട് 6 മണി 7 മണി വരെ ഇരുന്നിട്ട് ഡയറക്ടർ ഉണ്ടാവും, ലിറിസിസ്റ്റ് ഉണ്ടാവും, മ്യൂസീഷ്യൻസ് ഉണ്ടാവും, അപ്പം ഇരുന്ന് കമ്പോസ് ചെയ്യുന്നത്. അങ്ങനെയും
സംഭവിക്കാം. ഫോർമാറ്റ്സ് ഉണ്ട്. ഇപ്പൊ തെലുഗുവിന്റെ ഒക്കെ ഒട്ടുമിക്ക അങ്ങനെയാ. തെലുഗുവിന്റെ ഒക്കെ ഒരു കുറച്ച് സ്ട്രിക്റ്റ് പരിപാടിയൊക്കെയാണ്. തെലുഗുവിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ അവർക്കിപ്പോ ഒരു സോങ് തീർക്കണം. അവിടെ നിന്ന് ആരും ഭയങ്കര ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ഡയറക്ടേഴ്സിന്റെ കൂടെ ഞാൻ അങ്ങനെ വർക്ക് ചെയ്തിട്ടില്ല. ഒരു സോങ് നമ്മൾ ചെയ്താൽ ഓക്കെ, ഇതിങ്ങനെ നമുക്ക് തീർക്കണം, 2-3 ദിവസത്തിനുള്ളിൽ ഫിനിഷ് ചെയ്യണം. പിന്നെ അവിടെ ഒരു ഓഫീസ് ജോബ് സ്റ്റൈലാണ് തെലുഗുവിന്റെ ഒരു ഇൻഡസ്ട്രി ഒക്കെ. അവര് നമ്മളെ പോലെ അങ്ങനെ ഓവർ ടൈം അങ്ങനെയൊന്നും ഇല്ല. അവിടെ ഒരു ആഫ്റ്റർ 6 ആഫ്റ്റർ 7 then nobody works hardly. അപ്പം ഓൺ ടൈം തീർത്തുള്ള പരിപാടികൾ ചെയ്യാറുണ്ട്. മനസ്സിലായി. ഇപ്പൊ നമ്മള് ഈ ആസ്മാസ്മനെ പറ്റി പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കാണ്, അതായത് പാടിയിരിക്കുന്ന ജുബിൻ നൗട്ടിയാലും നീതി മോഹനാണ്. നമ്മള് എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഹിഷാം ഇങ്ങനെ ഇൻഡസ്ട്രിയിലേക്ക് തന്നെ വരുന്ന സമയത്തൊക്കെ നീതി മോഹന്റെ പാട്ടുകൾ വളരെ കാര്യമായിട്ട് ഇറങ്ങിയിരുന്നു അല്ലെ? ജുബിൻ നൗട്ടിയാലും പതുക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ടൈമാണ്. അപ്പൊ നമ്മൾ ഇഷ്ടപ്പെടുന്ന രണ്ടുപേരിലേക്ക് നമ്മൾ അങ്ങോട്ട് എത്തുവാണല്ലോ. അപ്പൊ ആ ജേണി എങ്ങനെയാണ്? അത് ജുബിൻ നൗട്ടിയാൽ തന്നെ വേണം അല്ലെങ്കിൽ നിധി മോഹൻ വേണം എന്നൊക്കെ അങ്ങോട്ട് ഡിമാൻഡ് ചെയ്താണോ? അല്ലെങ്കിൽ ആക്ച്വലി ജുബിനായിട്ട് ഓൾറെഡി ഖുഷീന്റെ ഹിന്ദി, ആരാധ്യന്റെ ഹിന്ദി ജുബിൻ ആണ് പാടിയത്. അപ്പൊ അന്ന് എനിക്ക് ജുബിൻ എന്നെ അറിയില്ല. അന്ന് പ്രൊഡക്ഷൻ വഴി കോണ്ടാക്ട് ചെയ്തു. ജുബിൻ ഏതോ ഒരു സ്റ്റുഡിയോയിൽ നിന്ന് ആരാധ്യ പാടി എനിക്ക് അയച്ചു. പക്ഷെ നമ്മൾ ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ അന്ന് ജുബിന്റെ സ്റ്റുഡിയോ ജാർഖണ്ഡിലാണ്. അപ്പോ ജാർഖണ്ഡിലാണ് അവന്റെ സ്റ്റുഡിയോ ഒക്കെ ഉള്ളത്. അപ്പോ അന്ന് ജുബിൻ പറഞ്ഞു ഹിഷാമിന് വരാൻ പറ്റിയാൽ ഇങ്ങോട്ട് വന്നിട്ട് നമുക്ക് റെക്കോർഡ്. പക്ഷെ അന്ന് എനിക്ക് പോകാൻ പറ്റിയില്ല. പിന്നെ ആ സോങ് ഇറങ്ങി, ആ സോങ് ഹിറ്റായി. ഐ മീൻ അവർക്ക് എല്ലാവർക്കും അറിയാം, ഓക്കെ ആരാധ്യ സോങ് ഇസ് കമ്പോസ്ഡ് ബൈ ഹിഷാം. അങ്ങനെ അതിനുശേഷം ഈ ആസ്മ സോങ് കൺഫേം ആക്കിയപ്പം ഫസ്റ്റ് ഞാൻ എൻ്റെ മനസ്സിലുണ്ടായ പേരാണ് ജുബിൻ. അപ്പം ആ സമയത്ത് ഇറ്റ് വാസ് കുറച്ചും കൂടി ഈസി ആയിരുന്നു. കാരണം ഞാൻ ജുബിനും നല്ല ഫ്രണ്ട്സാണ്. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് ഞാൻ ജുബിനെ വിളിച്ച് ഐ കോൺടാക്റ്റഡ് ഹിം. പിന്നെ പ്രൊഡക്ഷനും കോൺടാക്ട് ചെയ്തു. പിന്നെ ഈ സെറ്റ് കം ടു ജാർഖണ്ഡ് ദിസ് ടൈം അറ്റ്ലീസ്റ്റ്. അങ്ങനെ ജാർഖണ്ഡിൽ പോയി ലിറിസിസ്റ്റായിട്ട് ജാർഖണ്ഡിൽ പോയിട്ടാണ് ജുബിൻ്റെ വോയിസ് ഞാൻ എടുത്തത്. ആൻഡ് നീതി വാസ് സൂപ്പർ സ്വീറ്റ്. നീതി വാസ് വെരി അമേസിങ് ടു വർക്ക് വിത്ത്. നമ്മൾ ശ്രേയ ഘോഷാലിൻ്റെ പുതിയ സ്റ്റുഡിയോയിലാണ് നമ്മൾ റെക്കോർഡ് ചെയ്തത്. ഇൻഫാക്ട് ഒരു ഓപ്പൺ ചെയ്ത് ഇമ്മീഡിയറ്റ്ലി റെക്കോർഡ് ചെയ്തൊരു സോങ്ങാണ് നമ്മുടെ. നീതി വാസ് അമേസിങ്. സ്റ്റുഡിയോയിൽ പാടുന്ന കുറേ ടെക്നീക്സ് ഒക്കെ നമുക്ക് കാണുമ്പം ഭയങ്കര സർപ്രൈസ്ഡ് ആണ് ആക്ച്വലി. സോ അങ്ങനെയാണ് ആസ്മ സംഭവിച്ചത്. ഇപ്പം ഈ പാടുന്ന രീതി പറഞ്ഞുകൊണ്ട് തന്നെ ചോദിക്കുകയാണ്, ഹിഷാം ഒരുപാട് നാളുകളായിട്ട് പല ഇൻസ്ട്രുമെന്റ്സ്, അതായത് നമ്മൾ പോലും കേൾക്കാത്ത പല ഇൻസ്ട്രുമെന്റ്സും കഴിഞ്ഞ ഒരു കുറച്ചാൾ മുമ്പ് എനിക്ക് തോന്നുന്നത് ദർശനം ഇറങ്ങിയ സമയത്ത് വിനീതേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇടുടുക്കെന്നൊക്കെ പേര് ഞാൻ കേട്ടിട്ട് പോലും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്ന് പറയുന്ന പോലെ ഹിഷാമിന് ഫേവറേറ്റ് ഇൻസ്ട്രുമെന്റ് ഉണ്ടോ? മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ഉണ്ടാവോ? എല്ലാ പാട്ടിലും കൊണ്ടുവന്നാലും എനിക്ക് കുഴപ്പമില്ല, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കൊരു മൂഡ് അനുസരിച്ചിട്ടായിരിക്കും. ഇപ്പൊ നമുക്കൊരു മെലൻകളി അല്ലെങ്കിൽ ഒരു ഇമോഷണൽ ആയിട്ടുള്ള സാധനമാണ് ഇവോക്ക് ചെയ്യേണ്ടെങ്കിൽ, ഒരാളുടെ ഇവോക്ക് ചെയ്യേണ്ടെങ്കിൽ പല രീതിയിൽ നമുക്കത് ഇവോക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മുടെ ഇന്ത്യൻ ഡയസ്പറ വെച്ച് നോക്കുകയാണെങ്കിൽ ഫ്ലൂട്ടും വയലിനും ഒക്കെ എപ്പോഴും ഇമ്പോർട്ടൻറ്റ് ഘടകങ്ങളാണ് മ്യൂസിക്കിൽ. പക്ഷെ എന്നെ എപ്പോഴും ഒരു ഭയങ്കര ഒരു മെറ്റാസ്റ്റേറ്റിലേക്ക് കൊണ്ടുപോകുന്ന ഇൻസ്ട്രുമെന്റ് ഒന്ന് ദുദുക്കാണ്. ഡെഫിനറ്റ്ലി ദുദുക്ക്. പിന്നെ താർ എന്ന് പറഞ്ഞ ഇൻസ്ട്രുമെന്റ് ഉണ്ട്, TAR. സാസ് വിൻഡ് ഇൻസ്ട്രുമെന്റ് ആണോ? ഇല്ല, ഇതൊക്കെ പ്ലഗ്സ് ആണ് ഗിറ്റാറിന്. ഇതൊക്കെ നമ്മളെ ഒരു ഭയങ്കര സ്പിരിച്വൽ മോഡിലേക്ക് എപ്പോഴും കൊണ്ടുപോകാൻ ഹെൽപ്പ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സ് ആണ്. അപ്പോൾ നമ്മൾ തുർക്കി പോയി റെക്കോർഡ് ചെയ്ത സമയത്ത് പോലും അവിടെ താറ് വായിച്ച ഇൻസ്ട്രുമെന്റ് പ്ലെയർ പുള്ളിക്ക് 72 വയസ്സുണ്ട്. അപ്പോൾ പുള്ളി ജനിച്ച മൂമെന്റ് തൊട്ട് പുള്ളി ഇത് തന്നെയാണ് വായിക്കുന്നത്. 70 വർഷം, അതായത് എനിക്ക് ഒരു 10 വയസ്സ് തൊട്ട് പുള്ളി വായിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ മൂപ്പര് പറയുന്നത് ഈ ഇൻസ്ട്രുമെന്റ് വായിച്ച് ഞാൻ പല ആൾക്കാർ ചിരിക്കുന്നത് കണ്ടിട്ടുണ്ട്, കരയുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കേൾക്കുന്ന സമയത്ത് നമുക്കൊരു ഇൻസ്ട്രുമെന്റിന്റെ ഇൻഫ്ലുവൻസ് എത്രത്തോളം എന്നുള്ളത് മനസ്സിലാവും. അങ്ങനെയാണ് ആക്ച്വലി ഹൃദയത്തിൽ മുകിലിന്റെ മറവുകൾ എന്ന് പറഞ്ഞ ചിത്രചേച്ചിന്റെ സിനിമയിൽ ആ പാട്ടില് താറൊക്കെ നമ്മൾ വായിച്ചത്. ഇപ്പോൾ ഹിഷാമിന്റെ നേരത്തെ പറഞ്ഞാല് ഹൃദയത്തിന്റെ കാര്യം നമുക്ക് ദർശനയുടെ കാര്യം പ്രത്യേകിച്ചും പറയാതിരിക്കാൻ പറ്റില്ല. കാരണം വേറെ ഒന്നും ഉണ്ടല്ലോ. ഇപ്പം ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം സ്റ്റാർ സിംഗറിൽ ഹിഷാം വന്ന സമയത്ത് എൻ്റെ അച്ഛൻ അമ്മയും ഉണ്ട്, രണ്ടുപേരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അച്ഛൻ ഇങ്ങനെ പറയുന്നത് ഞാൻ ചായ കുടിച്ചോണ്ടിരിക്കുക. അപ്പോൾ അച്ഛൻ ഇങ്ങനെ പറയുന്നത് കേട്ട് പെട്ടെന്ന് ഹിഷാമാണ് ഗസ്റ്റ്, അപ്പോൾ ഇന്ന് ദർശന എന്തായാലും കേൾക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും മനസ്സിൽ ഹിഷാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദർശന എന്നുള്ളൊരു പേരിങ്ങനെ ബൈൻഡ് ചെയ്ത് വെച്ചേക്കും ഒരുമിച്ച. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് പക്ഷേ ദർശനയുടെ റെക്കോർഡിങ്ങോ
അല്ലെങ്കിൽ ദർശനം എങ്ങനെ വന്നു എന്നൊന്നും അല്ല ചോദിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന കുറേ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്. ഇപ്പോൾ ഹിഷാമിന്റെ ബേസ് ഗിറ്റാറിനോടുള്ളൊരു ഇഷ്ടം ആ പാട്ടിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ഒരുപാട് ഇൻസ്ട്രുമെന്റ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഇനിയും ഏതൊക്കെ വരുന്നുണ്ട് എന്നുള്ളത് പറഞ്ഞിട്ട് നമുക്ക് അടുത്തില്ല. വേറെ എന്തൊക്കെ വരുന്നുണ്ട് നമുക്ക് എടുത്തു വെച്ചിട്ടുണ്ട്? ഏതെങ്കിലും പുതിയ വരാനിരിക്കുന്ന പാട്ടുകൾ അതിലുണ്ടോ? വരാനിരിക്കുന്നുള്ളത് ഇപ്പം ഡെഫിനറ്റ്ലി ഞാൻ വിജയ് ദേവര് കൊണ്ടുവന്ന സിനിമയിൽ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം ഹായ് നാനാന്റെ ഡയറക്ടർ ശൗര്യനെ നെക്സ്റ്റ് ഡയറക്ടോറിയലാണ് ആ സിനിമ. സോ ഇറ്റ്സ് എ ഹ്യൂജ് ക്യാൻവാസിൽ ചെയ്യുന്ന ഒരു സിനിമയാണ്. സോ അതിൽ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം എൻ്റെ യൂഷ്വൽ ഫോർട്ടേ അല്ല അത്. ഇറ്റ്സ് നോട്ട് ഡ്രാമ, ഫാമിലി ഡ്രാമ സിനിമയല്ല അത്. കുറച്ച് പീരിയഡ്, കുറച്ച് ആക്ഷൻ, മിസ്റ്ററി അങ്ങനെയുള്ള ഒരു പരിപാടിയാണ്. സോ അത് ഡിമാൻഡ് ചെയ്യുന്ന ഒരു മാഗ്നം ഓപ്പസ് സ്റ്റൈലിൽ അതിൻ്റെ സ്കോർ ചെയ്യാനുണ്ട്. സോ ഐ എം വെരി എക്സൈറ്റഡ് അബൌട്ട് ദാറ്റ് ഫിലിം. പിന്നെ ഇങ്ങനെ വരുന്നുണ്ട് പറയാന്നല്ലേ നോക്കാം. അതിന്റെ ഇപ്പൊ നമ്മള് ദർശനയുടെ കാര്യം പറഞ്ഞില്ല, അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് ഇപ്പൊ ഡുഡുക്കിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. പിന്നെ വേറൊരു ഇൻസ്ട്രുമെന്റിന്റെ പേര് ഞാൻ പറഞ്ഞു, സാസ് ഉണ്ട്, താറുണ്ട്, കുറെ ഉണ്ട്, ഊതുണ്ട്. ഊതുണ്ട് അതിനകത്ത്. ഓക്കെ. അപ്പൊ അങ്ങനെ കുറച്ച് നമ്മളിവിടെ അധികം ഇന്ത്യയിൽ കേൾക്കാത്ത കുറെ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്. അപ്പൊ ഇതിന്റെ റെക്കോർഡിംഗ് സംഭവിക്കുന്നത് ആക്ച്വലി പുറത്താണല്ലോ ചെയ്തത്, തുർക്കിയിൽ പോയിട്ടാണ് റെക്കോർഡ്. അപ്പൊ ഇത് നമ്മള് ഇവരുടെ അടുത്ത് ഡിമാൻഡ് ചെയ്യുന്ന ഇപ്പൊ ഈ പാട്ടും കൊണ്ട് പോയി ഡിമാൻഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മൾ വായിക്കേണ്ട പീസ് മാത്രമാണ് അവരുടെ അടുത്ത് കേൾപ്പിക്കുന്നത്? എങ്ങനെയാണ് ആ പ്രോസസ് സംഭവിച്ചത്? ടെക്നിക്കലി പറയാം, ഇത് കണ്ടുപിടിക്കുന്ന പ്രേക്ഷകര് ബോറടിക്കായിരുന്നാൽ മതി. പക്ഷെ ആക്ച്വലി നമ്മൾ ഇത് കമ്പോസ് ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ വിനീതേട്ടനോട് പറഞ്ഞായിരുന്നു നമുക്ക് ഈ ഇൻസ്ട്രുമെന്റ് ട്രൈ ചെയ്താലോ. കാരണം മലയാളത്തിൽ ആ സമയത്ത് ആരും ആ ഇൻസ്ട്രുമെന്റ്സ് കൊണ്ടുവന്നിട്ടില്ല. അപ്പൊ ഞാൻ വിനീതേട്ടനോട് പറഞ്ഞു നമുക്ക് ഈ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ കൊണ്ടുവന്നാലോ, ഞാൻ ഓൺലൈനിൽ വായിപ്പിക്കാം, എനിക്ക് ഒരു പരിചയമുണ്ട്, സാസ്, താർ. അപ്പൊ ഞാൻ ഇതെല്ലാം യൂട്യൂബിലുള്ള ഇൻസ്ട്രുമെന്റിൽ വരുന്ന പോർഷൻസ് ഒക്കെ വെറുതെ അവര്, അതായത് ഈ ഇൻസ്ട്രുമെന്റ്സ് ഗൂഗിൾ ചെയ്ത ആ ഇൻസ്ട്രുമെന്റ്സിൽ കുറെ ആൾക്കാർ വായിച്ചൊക്കെ ഇട്ടിട്ടുണ്ടാവും. അപ്പൊ വിനീതേട്ടൻ പറഞ്ഞു അടിപൊളി ഹിഷാമേ, അങ്ങനെയാണെങ്കിൽ നമുക്ക് തുർക്കി പോയി റെക്കോർഡ് ചെയ്താലും ചോദിച്ചു. അത് ഞാൻ പ്രതീക്ഷിച്ചില്ല. സോ എഗൈൻ ഒരു ഡയറക്ടറിന്റെ ഒരു ഇൻസ്പിറേഷനാണ് നമുക്ക്. അത് ഭയങ്കര ഒരു മോമെന്റ് ചേഞ്ച് ആയിരുന്നു എനിക്ക്. അങ്ങനെയാണ് നമ്മൾ രണ്ടുപേരും പോയതും ആ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ റെക്കോർഡ് ചെയ്തു. ബട്ട് ഐ തിങ്ക് അതൊരു ഭയങ്കര ലൈഫ് ചേഞ്ചിങ് മോമെന്റ് ആയിരുന്നു എനിക്ക്. ഞാൻ ഇന്നും അത് ഭയങ്കരമായിട്ട് കാത്തു സൂക്ഷിക്കുന്ന ഒരു മോമെന്റ് ആണ് ആക്ച്വലി. അന്ന് നമുക്ക് ഷുവറായിരുന്നു ഹൃദയം എന്ന് പറഞ്ഞ ഒരു ആൽബം ഇറങ്ങുന്ന സമയത്ത് അത് ഇറ്റ് വിൽ മേക്ക് സം നോയ്സ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇൻഫാക്ട് സ്പോട്ടിഫൈയിലെ ആദ്യത്തെ 100 മില്യൺ സ്ട്രീംസ് ക്രോസ് ചെയ്ത ആദ്യത്തെ മലയാള ആൽബമാണ് ഹൃദയം. എന്താ പറയുക, ദർശന എന്ന് പറഞ്ഞ മ്യൂസിക് വീഡിയോ എനിക്ക് തോന്നുന്നു അറ്റ് എ ടൈം ഏറ്റവും ഹയസ്റ്റ് നമ്പേഴ്സ് ഓഫ് യൂട്യൂബ് നമ്പറിൽ വന്നതാണ്. അതിന് എനിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടി. തെലുഗു സിനിമകൾ കൊണ്ടുവന്നു തുടങ്ങി. ഇൻഫാക്റ്റ് ഞാൻ 1-2 ഇൻ്റർവ്യൂവിൽ പറയണ്ട, ആനിമൽ സിനിമയിൽ വരെ കമ്പോസ് ചെയ്യാൻ വേണ്ടി സന്ദീപ് റെഡ്ഡി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. കുറേ ആൾക്കാരായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആ ആൽബം ഓപ്പൺ ആക്കി തന്നു. സോ ഐ തിങ്ക് അത്രയും പ്രതീക്ഷിച്ചില്ല. പക്ഷെ കമ്പോസ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ സിനിമയിൽ ഞാൻ എൻ്റെ ഹാർട്ട് ആൻഡ് സോൾ കൊടുക്കും എന്നുള്ള വാശി ഉണ്ടായിരുന്നു ആ ആൽബത്തിൽ. അങ്ങനെ വാശി വരുന്ന സിനിമകൾ വളരെ അപൂർവമാണ്. ഇനി വരുന്ന സിനിമകളൊക്കെ അതേ വാശിയിൽ തന്നെയാണ് ചെയ്യുന്നത് എന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പൊ നമ്മൾ ഈ ഹാർട്ട് ആൻഡ് സോൾ കൊടുക്കുമെന്ന് പറഞ്ഞില്ല, അത് നമ്മൾ ഭയങ്കരമായിട്ട് ഇമോഷണലി ഇൻവെസ്റ്റഡ് ആയി പോയിട്ടുള്ള പടങ്ങൾ. നമ്മൾ എല്ലാ സിനിമയിലും ഇൻവെസ്റ്റഡ് ആവും. ഞാൻ എല്ലാ സിനിമയിലും എനിക്ക് എല്ലാ സിനിമയും കഴിഞ്ഞാൽ അത് ഒരിക്കലും എൻ്റെ ഫാമിലിക്കോ അല്ലെങ്കിൽ എൻ്റെ അസിസ്റ്റൻസിനോ ആർക്കും അത് മനസ്സിലാവില്ല. അത് അവർ മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അത് ആരുടെ അടുത്ത് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റാത്തൊരു ഇമോഷണൽ ഇൻവെസ്റ്റ്മെന്റ് ആണ്. നമ്മൾ ചിലപ്പോൾ ചില സിനിമകൾ കാണുന്ന സമയത്ത് നമ്മൾ പറയും ഇത് എന്ത് സിനിമയാണിത്, എന്തായാലും ഇത് നടപടിയാവൂല, ഈ സിനിമ എന്തായാലും ഓടില്ല, ഇത് പക്ഷെ നമുക്ക് ചെയ്തു കൊടുക്കാം. എങ്ങനെ ചെയ്തു കൊടുത്താൽ പോലും ഞാൻ ഇമോഷണലി ഇൻവെസ്റ്റഡ് ആവും. കാരണം എൻ്റെ പാഷൻ ഇസ് മ്യൂസിക് കമ്പോസിങ്. അപ്പം ആ മ്യൂസിക് കമ്പോസിങ്ങിനോടുള്ള പാഷൻ കാരണം നമ്മൾ ഭയങ്കരമായിട്ട് ഇൻവെസ്റ്റഡ് ആവും. ഇൻവെസ്റ്റഡ് ആയി ഈ സിനിമ തീരുന്ന സമയത്ത് then you realize അയ്യോ ഇത്രയും ദിവസം ഒരു 10-70-80 ദിവസം വർക്ക് ഈ സിനിമ തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നതല്ലേ, ഇനി ഇതിൻ്റെ റിലേറ്റഡ് ആയിട്ടൊന്നും ഞാൻ വർക്ക് ചെയ്യുന്നില്ല. സോ അങ്ങനത്തെ ഒരു വേം ഹോളിലൊക്കെ
എപ്പോഴും പോകാറുണ്ട്. അത് ഭയങ്കര യൂഷ്വലാണ്. ഇപ്പം മധുവിധു സിനിമ തന്നെ എനിക്കൊന്ന് ഏകദേശം 8 മാസത്തോളം ആ സിനിമയിൽ വർക്ക് ചെയ്യണം. കാരണം അത് പലതവണ റിലീസ് ഡേറ്റ് മാറിയ ഒരു സിനിമയാണ്. അങ്ങനെ എൻ്റെ കൂടെയുള്ള അസിസ്റ്റൻസും മ്യൂസീഷ്യൻസും എല്ലാവർക്കും അവസാനം എന്താ പറയുക, ലാസ്റ്റ് ആയപ്പോൾ അവർ സാറേ എങ്ങനെയെങ്കിലും നമുക്കൊന്ന് റിലീസ് ചെയ്താൽ മതി, കാരണം പലതവണ റിലീസ് ഡേറ്റ് മാറ്റുന്നതുകൊണ്ട്. എനിക്ക് ആ സിനിമേൻ്റെ വർക്കുകൾ തീർന്ന സമയത്ത് എനിക്ക് അന്നത്തെ ഒരു ദിവസം രാത്രി കുറച്ച് നേരം ഞാൻ ഒബ്ലിവിയനായിരുന്നു. ഓക്കെ, ഇനി ഈ സിനിമ ഇല്ല, ഈ സിനിമേൻ്റെ വർക്ക് കഴിഞ്ഞു, വി ആർ മൂവിങ് ഫോർവേഡ്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു ദാറ്റ് വിൽ ബി ദർ. ഇമോഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാവും. എൻ്റെ അടുത്ത് പലപ്പോഴും പല ആൾക്കാരും പറയാറുണ്ട് ഇമോഷണലി ഇൻവെസ്റ്റഡ് ആവരുത് ഒരു സിനിമയിൽ. പക്ഷേ ഐ തിങ്ക് മൈ വേ ഓഫ് വർക്ക് ഇസ് ലൈക്ക് ദാറ്റ്. ഹിഷാം ഒരിടയ്ക്ക് പറഞ്ഞിട്ടുണ്ട് പഠിപ്പിക്കുന്നുണ്ട്, പിയാനോ പഠിപ്പിക്കുന്ന ഇഷ്ടമാണ്. സ്പെക്ട്രത്തിലുള്ള കുട്ടികൾ ഇപ്പോഴും നടക്കുന്നുണ്ടോ? ഞാൻ ഇടയ്ക്ക് ചെയ്യും, പക്ഷേ എൻ്റെ ഈ തിരക്കുകൾ കാരണം ഞാൻ അത് അറ്റൻഡ് ചെയ്യാറില്ല. പക്ഷെ ഐ വിഷ് ടു. അത് ഞാനും വൈഫും നമ്മൾ ഒരുമിച്ച് തുടങ്ങിയ ഒരു സ്ഥാപനമാണ് ലിവ് വിത്ത് മ്യൂസിക് അക്കാഡമി എന്ന് പറഞ്ഞാൽ, വേർ വി നേർച്ചർ ആൻഡ് ഹെൽപ്പ് ഈ ഓട്ടിസം സ്പെക്ട്രത്തിലുള്ള കുട്ടികളെ. അത് ഇനി എന്തായാലും ഒരു നെക്സ്റ്റ് 2 months വീണ്ടും റെസ്യൂം ചെയ്യും. അപ്പോൾ അതിൽ കുറച്ചും കൂടെ ഒന്ന് ഫോക്കസ് ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട് ആക്ച്വലി. എന്തുകൊണ്ടാണ് അങ്ങനത്തെ ഒരു ചിന്ത? എനിക്ക് ഇമോഷണൽ ഒരു സംഗതി അല്ല വേണ്ട, അതായത് അങ്ങനത്തെ കുട്ടികളെ മ്യൂസിക് പഠിപ്പിച്ചാൽ ഒരു വ്യത്യാസം വരും, അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ എങ്ങനെയാണ് വരുന്നത്? ഇതിൽ 2 സെക്ടർ ഉണ്ട്. ഒന്ന് ADHD കുട്ടികൾ, ദേ ആർ എക്സ്ട്രീംലി ടാലൻറ്റഡ്. അവർ ഭയങ്കര ടാലൻറ്റഡ് ആണ്. അവരുടെ കുറേ ഇൻവിസിബിൾ ടാലൻസ് ഉണ്ട്. ഇപ്പം പലതും ഒന്നും ഭയങ്കര അവിശ്വസനീയമാണ്. മൈൻഡ് റീഡിങ് ഉണ്ട്, അവർക്ക് ടച്ച് ചെയ്യുമ്പം ദേ ആർ വെരി സെൻസിറ്റീവ്. ഇപ്പം നമ്മളെ തൊട്ട് അവർ വരയ്ക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിലുള്ളത് അവർ വരയ്ക്കുന്നത് പോലെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെ കുറേ അൺഇമാജിനബിൾ കാര്യങ്ങൾ സംഭവിച്ചിട്ടുള്ളതാണ്. ദേ ആർ വെരി മ്യൂസിക്കലി ഇൻക്ലൈൻഡ് ഓൾസോ ആക്ച്വലി. ബിക്കോസ് ഞാൻ ബിലീവ് ചെയ്യുന്നത് അവർ സംസാരിക്കുന്നത് ദേ ഡയറക്ട്ലി സ്പീക്ക് ടു ഗോഡ് ആക്ച്വലി. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. സോ ഐ ആം ട്രൈങ് ടു be close to them, so I also can know how they speak, what their language is. ഞാൻ എപ്പോഴും അവരെ ഭയങ്കര സ്പെഷ്യലായിട്ടാണ് അങ്ങനെ കാണുന്നത്. കാരണം എനിക്ക് തോന്നുന്നു ഹൃദയം സമയത്ത് ബിഫോർ ഹൃദയം എൻ്റെ ഏറ്റവും കൂടുതൽ സമയം ഞാൻ ചെലവഴിച്ചിട്ടുള്ളത് ADHD സ്പെക്ട്രത്തിലുള്ള കുട്ടികളാണ്. ഇൻഫാക്ട് രാവിലെ 7 മണിക്ക് എണീറ്റ് രാത്രി ഒരു 9 മണിയാകും തിരിച്ച് വീട്ടിൽ വരുമ്പോൾ. അപ്പോൾ ഞാനൊരു 10 കുട്ടികൾ ഒരു ദിവസം ഞാൻ ക്ലാസ് എടുക്കും. 10 വീടുകളിൽ പോയിട്ടാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. അപ്പം പേരൻസും ഉണ്ടാവും അവിടെ. അപ്പം തിരിച്ചു വരുമ്പോൾ എപ്പോഴും ഞാൻ ഓർക്കും എൻ്റെ ഷർട്ടിലെ മണം ആ കുട്ടികളുടെ സ്മെല്ലായിരിക്കും ഏറ്റവും കൂടുതലുള്ളത്. അങ്ങനെയുള്ള ഒരു ഫേസിലൂടെ കടന്നു പോയിട്ടുണ്ട്. അപ്പം നമ്മുടെ മ്യൂസിക്കൽ അക്കോളേറ്റ്സും എത്ര അവാർഡ്സും എന്ത് സാധനം വന്നാലും ഈ കുട്ടികളെ പഠിപ്പിക്കുന്നതിൽ നിന്നും പേരൻസിൻ്റെ സന്തോഷം കാണുമ്പം ഉള്ള ഹൈൻ്റെ മേളിലല്ല ഇതൊന്നും. അപ്പം ഇൻഫാക്ട് ചിലപ്പം ദൈവം നേരത്തെ തന്നെ എന്നെ ആ ഫേസിലൂടെ കടന്നു പോയിപ്പിച്ചത് ചിലപ്പോൾ ഇങ്ങനെയുള്ള ഫീൽഡിൽ എങ്ങനെ പേഷ്യൻ്റായിട്ട് നിൽക്കാം എന്നതിൻ്റെ ഒരു പ്രിപ്പറേഷൻ ആയിരിക്കും ഒരു പക്ഷേ ഈ കുട്ടികളെ എനിക്ക് പഠിപ്പിക്കാൻ പറ്റിയത്. സോ ഐ വിൽ ഡെഫിനറ്റ്ലി കണ്ടിന്യൂ ദാറ്റ് സ്ട്രീം. ഡെഫിനറ്റ്ലി. ഹിഷാം എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നതാണ്. ഓൾവേസ് എന്ന് പറഞ്ഞ പോലെ റെഗുലർലി പ്രാക്ടീസ് ചെയ്യുന്ന മറ്റെന്തൊക്കെയായിരിക്കും നമ്മുടെ ഒരു ഇമോഷണൽ വെൽബീയിങ്ങിനും നമ്മുടെ ഒരു നന്മയ്ക്കും ഒക്കെ വേണ്ടിയിട്ട്? സോ നമ്മളെല്ലാവരും ഹ്യൂമൻസ് ആണ്. നോബഡി ഈസ് പെർഫെക്റ്റ്. വി ഓൾ ട്രൈ ടു ബിക്കം എ ബെറ്റർ പേഴ്സൺ ദാൻ ദ ഡേ ബിഫോർ. ഞാൻ അതിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. എൻ്റെ ഇന്നലത്തെ വേർഷൻ ആവില്ല ഇന്ന്. എവിടെയെങ്കിലും എൻ്റെ ഒരു ബെറ്റർ സാധനം ഞാൻ കൊണ്ടുവരാൻ ശ്രമിക്കും. So I consider myself deeply spiritual person, and I'm deeply inclined towards divinity and peace. So എൻ്റെ സർക്കിളൊക്കെ ഭയങ്കര കുറവാണ്. എനിക്ക് ഫ്രണ്ട്സൊന്നും അങ്ങനെ ഇല്ല. ഇപ്പോൾ ഈ അടുത്ത് ഞാൻ നോക്കുകയാണ്, എനിക്ക് ഫ്രണ്ടായിട്ട് വിളിക്കാനുള്ള എൻ്റെ ആരും ഇല്ല ആക്ച്വലി ഫോണിൽ. ചില നേരത്ത് നോക്കും, വൈഫ് ഉണ്ടാവും. ഫ്രണ്ട്സ് എന്ന് പറയുമ്പം അങ്ങനെ ആരും ഉണ്ടാവില്ല. അപ്പം അങ്ങനെയുള്ള സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട് ആക്ച്വലി. സോ ഇറ്റ്സ് കൈൻഡ് ഓഫ് വെരി. പക്ഷെ അതിനകത്തുള്ള ഇപ്പൊ വൈഫ് ഉണ്ടെന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടുപേരെയും മിക്കപ്പോഴും ഒരുമിച്ച് കണ്ടിട്ടുള്ളൂ. അതായത് ആ ഒരു
ആ ഒരു കോംബോ നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും, മൈ ബെസ്റ്റ് ഫ്രണ്ട് കേട്ടോ. ആ ഒരു കമ്പാനിയൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ പറ്റിയത് തന്നെ കിട്ടില്ല. അല്ല നമ്മളും വി ഓൾസോ ഹാവ് ഫേസ് ചലഞ്ചസ്. നമ്മളും കുറെ ബാറ്റിൽഷിപ്സ് ജയിച്ച് തന്നെയാണ് മുന്നോട്ട് വരുന്നത്. ഇപ്പം ഐഷ ഹാസ് ബീൻ എ ഗ്രേറ്റ് ബൂൺ ആൻഡ് സപ്പോർട്ട് ഫോർ മീ. ഐഷയ്ക്കും കുറെ ഫിസിക്കൽ ഹെൽത്ത് ചാലഞ്ചസ് ഒക്കെ ഉണ്ടാവുന്ന ടൈം ഉണ്ടായിട്ടുണ്ട്. എൻ്റെ കുറേ ബുദ്ധിമുട്ടുള്ള സമയത്ത് അവൾ കൂടെ നിന്ന പോലെ തന്നെ അവളുടെ കുറേ ബുദ്ധിമുട്ടുള്ള സമയത്ത് ഞാനും കൂടെ നിന്നിട്ടുണ്ട്. സോ ഐ തിങ്ക് നമ്മുടെ മാരേജ് മെച്യൂർ ചെയ്യുന്നതോടൊപ്പം തന്നെ എൻ്റെ കരിയറിലും ആ മെച്യൂരിറ്റി പതുക്കെ വരാൻ തുടങ്ങി. സോ ഇപ്പം ഇപ്പോൾ ഈ ആച്ചൂസ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞ ബാനർ നമ്മൾ സെറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് നല്ല കണ്ടന്റുകൾ ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട് മ്യൂസിക്കലി. അതിൻ്റെ ഒരു മുന്നോടിയായിട്ടാണ് നമ്മളിപ്പോൾ ഈ ഹംദം എന്ന് പറഞ്ഞ പാട്ട് റിലീസ് ചെയ്യാനുള്ള ഒരു തീരുമാനത്തിൽ എത്തിയത്. സോ അവിടെയാണ് ഇപ്പോൾ ലൈഫ് നിൽക്കുന്നത്. ആക്ച്വലി ഒറ്റ ചോദ്യം ചോദിച്ച് അവസാനിപ്പിക്കുകയാണ്. അതായത് മ്യൂസിക് കമ്പോസറാണ്, നന്നായി പാട്ട് പാടും, നന്നായിട്ട് ഓർഗൻ അല്ലെങ്കിൽ കീബോർഡ്, പിയാനോ ഇതൊക്കെ വായിക്കും. പിന്നെ സാം യൂസഫ് കാലമൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഓഡിയോ എഞ്ചിനീയറാണ്. ഇതൊക്കെ എങ്ങനെയായിരിക്കും ഒരു സൗണ്ട് സ്കേപ്പ് ഡെവലപ്പ് ചെയ്യാൻ ഒരു മ്യൂസിക് ഡയറക്ടർ എന്നുള്ള രീതിയിൽ എല്ലാം കൂടി വരുമ്പോൾ കുറേ കാര്യങ്ങൾ ചെയ്യുന്ന ആളാണല്ലോ, എല്ലാം കൂടി ഒരു കോംബോ ആയിട്ട് എങ്ങനെയായിരിക്കും ഒരു സൗണ്ട് സ്കേപ്പ് ഡെവലപ്പ് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നത്? ആക്ച്വലി എന്താ സംഭവം എന്ന് വെച്ചാൽ, ഇപ്പോൾ എനിക്ക് മ്യൂസിക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് കമ്പോസർ ആവാൻ ആഗ്രഹമുണ്ടായിരുന്നു. അപ്പം ഞാൻ തന്നെ സോഫ്റ്റ്വെയർ പഠിച്ച് ആ സോഫ്റ്റ്വെയറിൽ പ്രോഗ്രാമിങ് ചെയ്യും, പാടും, റെക്കോർഡ് ചെയ്യും, സ്വന്തമായി ചെയ്യും, അത്യാവശ്യം മിക്സ് ചെയ്യും, അത്യാവശ്യം അതിൻ്റെ ഔട്ട് എടുക്കാൻ പറ്റും. പക്ഷേ ഈ പ്രോസസ്സുകളിലൊക്കെ കുറേ ഡെസിഗ്നേഷൻസ് വരുന്നുണ്ടെന്നുള്ളത് പിന്നെയാണ് മനസ്സിലാവുന്നത്. ഇപ്പം ഞാൻ SA എന്ന് പറഞ്ഞ കോളേജിൽ ഓഡിയോ എഞ്ചിനീയറിംഗ് ജോയിൻ ചെയ്യാൻ പോയപ്പോൾ ഞാൻ ആക്ച്വലി ഒരു 2 സെമസ്റ്ററിൽ പഠിക്കുന്ന സമയത്ത് ഓൾറെഡി അവിടെ ഉള്ളതെല്ലാം എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ആൻഡ് ദെൻ ഐ സ്റ്റാർട്ടഡ് കമ്പോസിങ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഫോർ മീ സിംഗിങ്, കമ്പോസിങ്, സൗണ്ട് എഞ്ചിനീയറിംഗ്, മിക്സിങ് ഇതൊക്കെ ഒരു ഫുൾ ഷെല്ലാണ്. എനിക്കൊന്നും സെപ്പറേറ്റ് ആയിട്ട് കാണാൻ പറ്റൂല. ഇപ്പോഴും വർക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പോഴും കൂടെ ഞാൻ ഹരീനെ വിളിച്ച് വെച്ചതേ ഉള്ളൂ. മിക്സ് ചെയ്യുന്ന ഹരിശങ്കറാണ്, വി ഹരിശങ്കർ. അപ്പോൾ വി ഹാവ് കം എ ലോങ് വേ. നമ്മളൊരു 5-6 years ഓഫ് ഒരു ഗ്രേറ്റ് എന്താ ഹൃദയം തൊട്ട്. അപ്പോൾ ഇപ്പോഴും അവൻ സ്റ്റുഡിയോയിൽ നമ്മുടെ ഏതെങ്കിലും ഒരു ട്രാക്ക് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനും അത് കേൾക്കും, എൻ്റെ ഫീഡ്ബാക്ക് പറയും. സോ ഏകദേശം നമ്മുടെ ഒരു റിലേഷൻഷിപ്പ് അങ്ങനെയാണ്. സോ ഇറ്റ് ഇസ് ഓൾസോ പാർട്ട് ഓഫ് മൈ വർക്ക്. അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. സോ എനിക്കെല്ലാം ഒരു ഫുൾ സർക്കിളായിട്ടാണ്. ഞാൻ അങ്ങനെ ഒരു വേറെ കാര്യങ്ങളായിട്ട് ഒരിക്കലും കണ്ടിട്ടില്ല. ഒരു പക്ഷേ ഞാൻ സൗണ്ട് എഞ്ചിനീയറിംഗ് അതിൽ ഞാൻ പഠിച്ചത് കൊണ്ടാവാം, അതിന് അത്യാവശ്യം സീരിയസ് ആയിട്ട് അത് പഠിച്ചത് കൊണ്ടാവാം ഒരു പക്ഷേ ഞാൻ ഈ മിക്സിങ്ങിലൊക്കെ അത്രയും ഫോക്കസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അത് ചില നേരത്തെ ഇറ്റ് ഇസ് ടു സ്ട്രെസ്ഫുൾ. കാരണം നമുക്കത് പെർഫെക്റ്റ് ആക്കാണ്ട് നമുക്ക് ഇറക്കാൻ പറ്റാത്തൊരു സമയം വരും. സംടൈംസ് ഇറ്റ്സ് ഫ്രസ്ട്രേറ്റിംഗ്. പക്ഷേ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ യു ആർ എൻജോയിങ് ദാറ്റ് പ്രോസസ്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഹിഷാമിൻ്റെ പാട്ടുകൾ കേൾക്കാനായിട്ടല്ലേ, ഇപ്പം എന്താ പറഞ്ഞാൽ പാട്ടിൻ്റെ സൗണ്ടിങ്ങോ സൗണ്ട് സ്കേപ്പ് എന്നോ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കേൾക്കാൻ ഹിഷാം ഉണ്ടാക്കുന്ന ആ ഒരു വേൾഡ് നമുക്ക് ചെവിയിലേക്ക് വരുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ട്. ആ സുഖം അത് ഇതെല്ലാം ഉള്ളത് കൊണ്ട് സംഭവിക്കുന്നതാണ്. അത് ഇനി ഒരുപാട് ചെയ്യാനുണ്ട്. ഇറ്റ്സ് ഹ്യൂജ്. ഇപ്പം നമ്മൾ കുറേ വർക്ക് ചെയ്തിട്ട് നമ്മൾ ഓർക്കും നമ്മൾ ചെയ്ത വർക്ക് ഗംഭീരമാണ്. ഇമ്മീഡിയറ്റ്ലി യു വിൽ ഹിയർ ഡ്യൂൺ 2ന്റെ സൗണ്ട് ട്രാക്ക് കേൾക്കുമ്പോൾ യു റിയലൈസ് നമ്മൾ ചെയ്തതൊന്നും എവിടെ എത്തിയിട്ടില്ല എന്നുള്ളത്. യു ഹാവ് സച്ച് അമേസിങ് കമ്പോസേഴ്സ്. അല്ലെങ്കിൽ സിന്നേഴ്സ് എന്ന് പറഞ്ഞൊരു ഫിലിമിൻ്റെ സൗണ്ട് ട്രാക്ക്, ഇറ്റ്സ് അമേസിങ്. പഴയ 1935 ഡോബ്രോ സ്ലൈഡ് ഗിറ്റാർ ഒക്കെ റീക്രിയേറ്റ് ചെയ്ത കമ്പോസേഴ്സാണ്. സോ ദർ ഇസ് എ ലോങ് വേ ടു ഗോ. എന്തായാലും അത് പറഞ്ഞുകൊണ്ട് നമ്മൾ എന്താ പറയുക, മുന്നോട്ടുള്ള എല്ലാ പ്രോജക്റ്റുകൾക്കും ഒരുപാട് ആശംസകളും നൽകുന്നു. തകർക്കുക. താങ്ക് യു.